മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് കത്ത് വന്നു. കത്ത് ഞാൻ അത് ഒരു 10 വർഷം മുമ്പ് എൻ്റെ അടുത്തുണ്ട്. വളരെ കയറിപ്പോയി പിന്നെ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അതിലിങ്ങനെ എഴുതിയിരുന്നു, താങ്കൾ ഇങ്ങനെ മതത്തിനെതിരെ സംസാരിക്കുന്നത്, താങ്കൾ മതനിരാസമാണ് പറയുന്നത്, മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടത് ഇവിടേക്ക് തന്നെയാണെന്നുള്ള ഓർമ്മ കാണുന്നുണ്ട്. ഒരു ചെറിയ ഭീഷണി പോലൊരു കത്ത്. അദ്ദേഹം മരിക്കാൻ 10 വർഷം മുമ്പ്. അപ്പം അദ്ദേഹം തിരിച്ച് മറുപടി എടുത്തു, താങ്കൾ സുന്നിയാണോ, മുജാഹിദാണോ, ജമാഅത്ത് ഇസ്ലാമിയാണോ, അഹ്ലുൽ സുന്നത്താണോ, അഹ്ലുൽ ഖുർആനാണോ, ഷിയ ആണോ, ഷാഫിയാണോ, കുറേ ഒരു 25 വിഭാഗം, എനിക്കതിനെ ഓർമ്മയില്ലാത്ത എത്ര വിഭാഗമുണ്ടത്. ഇതിൽ ഏതാണ് താങ്കൾ എന്നറിഞ്ഞാൽ ഞാൻ ആ വിഭാഗത്തെ പറ്റി പഠിക്കാം, നമുക്ക് സംവാദം നടത്താൻ വരും, നമുക്കൊരു ചായ കുടിച്ച് സംസാരിക്കാന്നുണ്ട്. അതിനൊരു മറുപടി കൊടുത്തില്ല. ജാതിമത ഭേദമന്യേ സാമൂഹ്യ അന്തരങ്ങളില്ലാതെ കാലാതിവർത്തിയായി കേരളത്തിൻ്റെ മലയാളികളുടെ അല്ലെങ്കിൽ മലയാള ഭാഷ ലോകത്ത് എവിടെ നിലനിൽക്കുന്നുവോ അവിടെയെല്ലാം അതിനുമപ്പുറത്തേക്ക് സഞ്ചരിച്ച, എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു മഹാനായ ഇതിഹാസകാരനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ബഷീർക്ക. എല്ലാവരും പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ കഥകളെ, അദ്ദേഹത്തിൻ്റേത് മാത്രമായ ഭാഷയെ, ശൈലിയെ, അത്തരം സംഗതികളെയൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ കടുപ്പമേറിയ സാങ്കേതികത്വം ഒന്നുമില്ലാത്ത സാധാരണ ഭാഷയിലൂടെ മനുഷ്യഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുന്ന മനോഹരമായ ശൈലി കൊണ്ട് എല്ലാ കാലത്തേക്കും ജീവിക്കുന്ന, കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ എല്ലാ കാലത്തേക്കും ജീവിക്കുന്ന, ആരോട് ചോദിച്ചാലും മുഖവരെ ആവശ്യമില്ലാതെ പരിചയപ്പെടുത്തുന്ന ഒരു വലിയ എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ചെറുകഥയായ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന് പറയുന്ന ആ ചെറുകഥയെ ആസ്പദമാക്കി നമ്മുടെ സാഹിതി തിയേറ്റേഴ്സ് CR മഹേഷ് MLA നേതൃത്വത്തിൽ ഉണ്ടാക്കിയ നാടകത്തിൻ്റെ ഒരു അവതരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാനാണ് പ്രിയപ്പെട്ട അനീസ് എത്തിയത്. സ്വാഗതം ചെയ്യുന്നു കരുനാഗപ്പള്ളിയിലേക്ക്. കരുനാഗപ്പള്ളി എനിക്ക് അപരിചിതം അല്ല. എൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്? ഇല്ല, 2 വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം വന്നിരുന്നു. അല്ലാതെ വേറെ ബന്ധങ്ങൾ എന്തെങ്കിലും? ഇല്ല, കരുനാഗപ്പള്ളിയിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ഈ കൊല്ലത്ത് ഒക്കെ പലപ്പോഴും വരാറുണ്ട്. കൊല്ലം ജില്ലയായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. പിന്നെ കൊല്ലത്ത് റിട്ടയർ ചെയ്ത നാസറിനെ അറിയാം, PRD. അദ്ദേഹമൊക്കെ നല്ല സൗഹൃദമുണ്ട്. കഴിഞ്ഞ മാസം കൊണ്ട് ഞങ്ങൾ കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം അതിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊല്ലവും കരുനാഗപ്പള്ളി ഈ വഴിയും, പ്രത്യേകിച്ചും ഈ കരുനാഗപ്പള്ളി ഈ കായംകുളം, എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടപ്പെട്ട ഏരിയ. കാരണം വെച്ചാൽ ചരിത്രം. കായംകുളത്ത് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ കായംകുളം കൊച്ചുണ്ണി ആലോചിക്കും. വരുമ്പം KPSCയിൽ കയറി KPSCയുടെ ഓർമ്മകൾ. മറ്റേ അദ്ദേഹത്തിന് ഈ എൻ്റെ ഉപ്പനാണ്ടായിരുന്നു ചെയ്തത് KPSC ആണല്ലോ. 100-ലധികം വേദിയിൽ, അത് 300 വേദി ഓടിയ നാടകം. അത് ഇനിയും ആവശ്യക്കാരുണ്ടെന്ന് അവർ പറയുന്നത്. അപ്പം മറ്റു നാടകങ്ങൾ ഉള്ളതുകൊണ്ട് അവർ തൽക്കാലം ബുക്കിംഗ് എടുക്കുന്നില്ല. അപ്പോൾ KPSCയിൽ കയറി തിരിച്ചു വരുമ്പോൾ അമ്പലമില്ലാതെ അൽത്തറയിൽ വാഴുന്ന ഓംകാരമൂർത്തിയെയും കണ്ട് വരികയാണ്. അപ്പൊ അതൊക്കെ കഴിയുമ്പോൾ വളരെ സന്തോഷം. ഈ ഒരു ഏരിയ, ഈ ഒരു പ്രത്യേക ഏരിയ, ഒരു സാംസ്കാരിക പൈതൃകമുള്ള ഏരിയ ആണല്ലോ ഈ കരുനാഗപ്പള്ളി പറയുന്നത്. അപ്പൊ കരുനാഗപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഏൽക്കാൻ തന്നെ കാരണം തരാണ്. ഈ ഒരു ഏരിയയിൽ ഒരു സാംസ്കാരിക യാത്രയായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എൻ്റെ റേഡിയോയിൽ എത്തിയിരിക്കുകയാണ് സാംസ്കാരിക പരിപാടികൾ. ഈ പിന്നെ ഞാൻ വിഷയത്തിലേക്ക് വന്ന് ചോദിച്ചാൽ, ഈ ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ, ഇങ്ങനെ ഒരു ഉപ്പയുടെ മകനായി ജീവിക്കുക എന്ന് പറയുന്നത്, അതും ഈ വർത്തമാനകാലത്തിൻ്റെ എല്ലാ സംഗതികളുടെയും നടുവിലൂടെ ജീവിക്കുന്നത്, അത് ഒരർത്ഥത്തിലൊരു വലിയ ഭാഗ്യമാണ്, വലിയ അഭിമാനമാണ്. മറുവശത്ത് ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകനായി ആ ആശയങ്ങളിൽ തന്നെ ഇന്നും തുടരുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയുമാണ്. ഇതിൽ ഏതാണ് ഈ പറയുന്ന അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധാപൂർവം ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഭാവം? ഞാൻ ഉദാഹരണം പറയാം. ഉദാഹരണമല്ല, എൻ്റെ മകൻ പറഞ്ഞത്. ഇപ്പം ഈ കരുനാഗപ്പള്ളിക്കാരനായ എൻ്റെ മകൻ തന്നെ പറഞ്ഞത്. അത് അവൻ ചെറുപ്പം മുതൽ 19 വയസ്സായാലും അവന്, അപ്പോൾ ചെറുപ്പം മുതലേ അവൻ കാണുകയാണ് എൻ്റെ ഈ ലൈം ലൈറ്റിലുള്ള എനിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും, അത് കാരണം നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് നോ പറയാൻ പറ്റാത്തതും വിഷമവും അവൻ കാണുകയാണ്. നമുക്ക് മറ്റ് പല കാര്യങ്ങളിലും നമ്മളിങ്ങനെ ഒരു ബഷീറിൻ്റെ മകനായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ബഷീറിൻ്റെ മകനായതുകൊണ്ട് പല കാര്യങ്ങളിലും നമുക്ക് റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. അപ്പം അത് അവൻ ആദ്യം തന്നെ വന്ന് പറഞ്ഞത്, അവൻ്റെ പേര് നസീം മുഹമ്മദ് ബഷീറാണ്. ഇവിടെ പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞത്,
ഞാൻ ആരാണെന്ന് ദയവ് ചെയ്ത് പറയരുത്. കാരണം ഞാൻ പാലക്കാട് ജില്ലാ കോളേജിൽ പഠിച്ചതാണ്. പാലക്കാട് ജില്ലാ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അധ്യാപകർ എന്തെങ്കിലും നമ്മൾ ഈ കുറച്ച് മാർക്ക് പറഞ്ഞാൽ എന്തെങ്കിലും കുസൃതി കളിച്ചാൽ പറയും, നീ ബഷീറിൻ്റെ മകനാണ്, നീ അങ്ങനെ ആവരുത്. അപ്പോൾ അതിങ്ങനെ ഞാൻ അങ്ങനെ വല്ലപ്പോഴൊക്കെ പറഞ്ഞത് കേട്ട് അവൻ്റെ മനസ്സിൽ കേട്ട് കിടക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞത് എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം. അപ്പോൾ അത് ആ ലൈം ലൈറ്റിൽ എനിക്ക് കിട്ടുന്ന കുറേ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടാവും. പക്ഷെ എനിക്ക് വേണ്ടത് ചില നെഗറ്റീവ്സിലൂടെയും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്ക്. ആ നെഗറ്റീവ് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നുണ്ട് ഞാൻ നസീമായിട്ട് ജീവിച്ചോളാണ്. പക്ഷെ അതിലൊരു കാര്യമുള്ളത്, ഇപ്പം ഈ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ കുസൃതി കാണിച്ചിട്ടുള്ള ഒരാൾ, സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചിട്ടുള്ള ഒരാൾ, ഇഷ്ടമുള്ളതെല്ലാം ഇഷ്ടമുള്ളതുപോലെ ചെയ്തു തീർത്ത ഒരു സാഹിത്യകാരനും ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അസംശയമില്ല. പക്ഷെ നമ്മളൊന്നും സമൂഹം പ്രതീക്ഷിക്കുന്നതല്ല. ബഷീറിന് കൊടുത്ത സ്വാതന്ത്ര്യം നമുക്ക് തരില്ല. ഈ ഒരു പേര് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാനിപ്പോ ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും പറയാ ബഷീറിന്റെ മകൻ എന്നാണല്ലോ പറയാ. അതെ, ഇന്ത്യൻ പ്രസിഡന്റ് അല്ലേ പറയാം. ബഷീറിന്റെ മകൻ ഇന്ത്യൻ പ്രസിഡന്റായി. അതെ, അങ്ങനെ പറയുള്ളൂ. അനീസ് ബഷീർ ഇന്ത്യൻ പ്രസിഡന്റ് ആവുന്നില്ല. ഇല്ല, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയി എന്നാ പറയാ. അപ്പൊ അതെങ്ങനെയായാലും നമുക്കതൊരു തന്നെയാണ്. അത് സന്തോഷമാണ്. അതേ സമയത്ത് അത് നമ്മളെ പല കാര്യങ്ങളിലും നമ്മളെ പിറകോട്ട് വലിക്കുകയും ചെയ്യും. ഈ ബാല്യത്തിലും കൗമാരത്തിലും ഒക്കെ സാധാരണയുള്ള ആളുകളെ പോലെ തന്നെ ഉപ്പയെ ഒത്തിരി സമയം കിട്ടുകയും അല്ലെങ്കിൽ അങ്ങനൊരു സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കാനും ഇടപെടാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന്. 22 വയസ്സ് വരെ ഞാൻ അദ്ദേഹത്തിനെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. 1994 അദ്ദേഹം മരിച്ചല്ലോ. അപ്പം ഞാൻ പാലക്കാട് ബിടെക് കഴിഞ്ഞിട്ടുള്ളൂ, ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. റിസൾട്ട് പോലും പബ്ലിഷ് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പം ഈ കാലഘട്ടത്തിൽ ഞാൻ കാണുന്നത്, അതായത് എൻ്റെ ഒരു 6 വയസ്സ് മുതലുള്ള ഓർമ്മ എനിക്കുള്ളൂ. രാവിലെ അദ്ദേഹം ഉറക്കം വരുന്നത് മുതൽ രാത്രി അവസാനത്തെ ബസ് വരെ വീട്ടിൽ ആൾക്കാരുണ്ടാവും. ഈ മാംഗോസ്റ്റിൻ മരച്ചുവട്ടിൽ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ആയിട്ട് ആയിരിക്കും എപ്പോഴും. അല്ലാത്ത സമയത്ത് എഴുതുന്നുണ്ടാവും. എനിക്ക് കിട്ടുന്ന സമയത്ത് പറയാം, വൈകുന്നേരങ്ങളിൽ ചിലപ്പം ബീച്ചിലോട്ട് പോകും. ചിലപ്പം തേങ്ങ ഞങ്ങൾക്ക് 2 ഏക്കർ പറമ്പുണ്ട്. അപ്പം തേങ്ങ വിട്ട് അതിൻ്റെ തേങ്ങ വാങ്ങാൻ, തേങ്ങക്കാരൻ്റെ അടുത്ത് കാശ് വാങ്ങാൻ പോകുമ്പം കൂടെ നടക്കുന്നത്. പിന്നെ സാഹിത്യ സമ്മേളനങ്ങൾക്ക് പോകുമ്പം കൂടെ പോകും. അങ്ങനെ വാലയിൽ നടക്കുന്ന ആ സമയം മാത്രമേ ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ. എന്നെക്കാട്ടി കുറച്ചുകൂടി കിട്ടിയ ചിലപ്പോൾ ഷാഹിനൊക്കെ ആയിരിക്കും. ഷാഹിനോട് 15 വയസ്സിന് മൂത്തതാണ്. എനിക്ക് വളരെ കുറച്ച് സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. അതിൽ തന്നെ 17-ാം വയസ്സിൽ ഞാൻ പാലക്കാട് ഞങ്ങൾ ജോയിൻ ചെയ്തു. 21 വയസ്സ് കഴിഞ്ഞ് 22-ാമത്തെ വയസ്സ് തുടങ്ങുമ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുകയും 22-ാം വയസ്സിൽ എനിക്ക് 22 വയസ്സ് തികഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ജൂലൈ 5-ന് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പം 30 വർഷമായല്ലോ. അപ്പോൾ കിട്ടിയ സമയത്തുള്ള ഓർമ്മകൾ അത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് ജീവിച്ചത്. ഒരു മുണ്ട് അർദ്ധനഗ്നായ ഫക്കീർ എന്ന് പറഞ്ഞ ഗാന്ധി പറഞ്ഞു. ഞാൻ എൻ്റെ വാപ്പി അങ്ങനെ കണ്ടിട്ടുള്ളൂ. അർദ്ധനഗ്നായിട്ടേ ഞാൻ അദ്ദേഹത്തിന് കണ്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് കാണാം. ഒരു അധികം വസ്ത്രം ഉണ്ടാവില്ല, ഒരു മുണ്ടുണ്ടാവും, ഒരു മേൽ വസ്ത്രം ഉണ്ടാവും. അത് അദ്ദേഹത്തോടിട്ടാണ് അദ്ദേഹം ടൗണിലേക്ക് പോവുക, തിരിച്ചു വരിക. അങ്ങനെ വളരെ ലളിതമായി ജീവിച്ചുകൊണ്ട് നമുക്കും ഈ പറഞ്ഞ മാതിരി അങ്ങനെ വലിയ ചിലവൊക്കെ ഒന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നല്ല ക്വാളിറ്റീസാണ്. എനിക്ക് പണം ഉണ്ടെങ്കിലും അങ്ങനെ ചിലവാക്കാൻ അറിയില്ല. അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉപദേശിക്കുമായിരുന്നു. ഈ തനിച്ച് നിങ്ങൾ നടന്നു പോകുമ്പോൾ സാധാരണ സംഭാഷണം എന്തൊക്കെയാണ് ഈ വാപ്പയും മകനും തമ്മിൽ സാധാരണ നടത്താറുള്ള? അത് എനിക്ക് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നത് അറിയുമോ, നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് കത്തയച്ച് അതുപോലെ തന്നെ എനിക്കും ഒരു അനുഭവമുണ്ട്. ഒരച്ഛൻ മകനയച്ച കത്തുകൾ എൻ്റെ അടുത്തുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഞാൻ അയച്ച കത്തുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. എനിക്ക് കിട്ടുന്ന ഉപദേശം 15 പൈസയുടെ പോസ്റ്റ് കാർഡിലേ ഞാൻ നല്ല ഭക്ഷണപ്രിയനാണ്. അപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പം അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങളാണ്, മോനോ അരവയർ ഭക്ഷണം, കാൽവയർ വെള്ളം, കാൽവയർ ഒഴിച്ചിടണം, ആരോഗ്യപരമായ ജീവിതത്തിന് അത് ആവശ്യമാണ്. പിന്നെ ഇതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും അദ്ദേഹം അങ്ങനെ ഈ പോസ്റ്റ് കാർഡിൽ 15 പൈസയുടെ പോസ്റ്റ് കാർഡിൽ നേരിട്ട് പറയാനൊക്കെ സമയമില്ലല്ലോ. കാരണം നമ്മൾ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ശനിയാഴ്ച വരും, രാത്രി വരും, വെള്ളിയാഴ്ച രാത്രി വരും, ശനിയാഴ്ച ഒരു ദിവസം ഉണ്ടാവും, പിന്നെ ഞായറാഴ്ച തിരിച്ചു പോകുമല്ലോ പാലക്കാട് ആയ സമയത്ത്. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് കുറച്ച് സമയം മാത്രമേ സംസാരിക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഉപദേശങ്ങളൊക്കെ കത്തുകളിലൂടെയായിരുന്നു. അപ്പോൾ എൻ്റെ കോളേജിൽ കത്ത് വന്നു കഴിഞ്ഞാൽ ഈ കത്ത് ഞാൻ വായിച്ചു തീരാൻ കാത്തു വെക്കും കുട്ടികൾ. ആ കത്ത് എനിക്ക് തന്നേക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ കത്തുകളൊക്കെ മിക്കവാറും കൂട്ടുകാരുടെ കയ്യിൽ കണ്ടില്ല എൻ്റെ എത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ അയച്ച കത്തുകൾ പിന്നെ അദ്ദേഹം മരിച്ചിട്ട് ഞാൻ പാസ്സായി വന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഞാൻ പിന്നീട് അദ്ദേഹത്തെ ശേഖരത്ത് നോക്കുമ്പോൾ ഒരു ബണ്ടിൽ കത്തുകൾ ഞാൻ അയച്ചത് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
ഞാൻ ഇപ്പോഴും വെച്ചിട്ടുണ്ട്, എൻ്റെ ഓഫീസിൽ വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ അതായത് ഇടയ്ക്ക് കത്തുകൾ തോന്നുമ്പോൾ നമുക്ക് പഴയ ഓർമ്മകളും നമുക്കൊരു വല്ലാത്തൊരു അനുഭവം കിട്ടും. ആ കത്തുകളുടെ പൊളിക്കൂലേ, ബണ്ടിൽ ഞാൻ എടുക്കും, ഞാൻ നോക്കും, തിരിച്ചു വെക്കും. അദ്ദേഹം വെച്ചിരുന്ന ആ ബണ്ടിലായി തന്നെ. കാരണം ആ ഫോഴ്സ് ഉണ്ടല്ലോ, കെട്ടിയിരിക്കുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ ഫോഴ്സ് അവിടെ നിൽക്കുകയാണ്. ആ ഫോഴ്സ് ഞാൻ എടുത്ത് മാറ്റിയില്ല. ഞാൻ ഇടയ്ക്ക് ഒരു കത്തായി നിന്ന് എടുക്കും, ഞാൻ വായിക്കും, തിരിച്ച് അതേപടി ആ ചരടിട്ട് കെട്ടിയിരിക്കുക. അപ്പോൾ ആ മകൻ്റെ വാക്കുകളും വളരെ ശ്രദ്ധാപൂർവവും വളരെ കരുതലോടെയും ഒരു അമൂല്യ സംഗതികളായി അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളത്. ഞാൻ കത്ത് എഴുതുമ്പോൾ രസം അദ്ദേഹത്തിനെ പോലെ തന്നെ എഴുതാം. ഞാൻ ബഷീർ ദമാൻ ഡോക്യുമെൻ്ററിക്ക് അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ വെറുതെ എഴുതി ഒരു കത്ത്, തിരിച്ച് കത്ത്, ബഷീർ ദമാൻ കോഴിക്കോട് എന്നുള്ളത് കത്ത് വീട്ടിലെത്തി, അഡ്രസ് അങ്ങനെ എഴുതി. തമാശക്ക് അദ്ദേഹം ഇതേമായി പല തമാശക്കും കത്ത് എഴുതാറുണ്ട്. തിക്കോടിയൻ മാഷ് കോഴിക്കോട് ആകാശവാണിയിൽ ജോലിയുടെ സമയത്തെ അദ്ദേഹം തിക്കു ആകാശ കലാകാരൻ, ആകാശവാണി കോഴിക്കോട്. ഞാനാ പോസ്റ്റ് ചെയ്യാ. ഞാൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ കത്ത് എഴുതി കഴിഞ്ഞാൽ ആൾക്ക് കിട്ടുമോ ചോദിച്ചു. നീ പോസ്റ്റ് ചെയ്യുക, ആൾക്ക് കിട്ടുമോ നോക്കാന്ന്. കത്ത് കിട്ടും. തിക്കുടിയൻ മാഷ് കത്തും കൊണ്ട് വരികയും ചെയ്യും. അങ്ങനെയൊക്കെ. അപ്പൊ ഞാനും തമാശക്ക് തിരിച്ച് അങ്ങനെയൊക്കെ എഴുതി. ആകാശ കലാകാരൻ, അതായത് ആകാശ കലാകാരൻ, ആകാശവാണി കോഴിക്കോട്. അത് മതി, കത്തർത്തി. അപ്പൊ ആരാന്നൊക്കെ അവർക്കറിയാം, പോസ്റ്റ്മാനും അറിയാം. അന്നത്തെ പോസ്റ്റ്മാൻമാർക്കൊക്കെ അത് കൃത്യമായിട്ട് അറിയാം, ഇതൊക്കെ ആരാണ് എന്തൊക്കെയാണ്. എൻ പി മുഹമ്മദിനെ വിളിച്ചത് മുഹമ്മദ് എന്നാണല്ലോ. എം ടി വാസുദേവനെ വിളിച്ചിരുന്നത് വാസു, നൂലൻ വാസു, കടാരി വാസു, അങ്ങനെ പല പേരുകൾ വിളിക്കും. ഈ ആളുകൾക്ക് പേരിടാൻ അദ്ദേഹം ഭയങ്കര മിടുക്കനാണ്. മറ്റേ യു എ കഥക്കനെ ഫുൾ കളിയാക്കും. ബർമ്മക്കാരൻ എന്ന് പറയും. മാമൈദിയുടെ മകൻ എന്നിട്ട് അതൊരു കഥ ഉണ്ട്. അത് യു എ കഥക്കനെ പറ്റിയിട്ട് അദ്ദേഹം എഴുതിയാണ്. ഈ കഥ അത് എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കഥർക്ക അത് എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കുറേ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അസുഖമായിട്ട് അവസാനത്തിപ്പോഴേ അത് മുഴുമിപ്പിച്ചില്ല. മുഴുമിക്കാൻ ഒരു ഘട്ടം വരെ വെച്ച് നിർത്തുക ഇത്. പിന്നീട് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് കിട്ടിയത് എനിക്ക്. അപ്പം കാതർക്ക് എന്നോട് ഇങ്ങനെ പറയും, എന്നിട്ട് അനീസ അത് കണ്ടുപിടിക്കുക, ഇത് എഴുതി വെച്ചിട്ടുണ്ട്, എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ച അവസാനം പ്രസിദ്ധീകരിച്ച് കാതർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അദ്ദേഹം പറയും എനിക്കിത് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തൊരു സന്തോഷമാവുമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് പറയും. അത് ഞാൻ പ്രസിദ്ധീകരിച്ചു. അത് കുറെ പ്രകാശിന്റെ കഥകളിൽ കുറെ വന്നിട്ട് അതിലെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മാമൈദിയുടെ മകൻ എന്നിട്ട് കഥ. ഈ ഉപ്പ എഴുതുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സമയം, സന്ദർഭം, മൂഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, പകലൊക്കെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വരും. അപ്പം ഈ ആൾക്കാർ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇപ്പോൾ പോയി കഴിഞ്ഞ് മറ്റൊരു ഗ്രൂപ്പ് വരുന്നതിൻ്റെ കുറച്ച് സമയത്തുള്ള ഇടവേള കിട്ടുമ്പോഴാണ് എന്തെങ്കിലും എഴുതുക. ഈ എഴുതുന്നതൊക്കെ ഒരു കടലാസിലാക്കി അവിടെ വെക്കും. പിന്നെ അടുത്ത ഗ്രൂപ്പ് വരില്ല. അപ്പം തന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും അടുത്ത ഗ്രൂപ്പ് എത്തും. അപ്പം അങ്ങനെ ഈ കഷ്ണം ഇങ്ങനെ ഈ അലക്ഷ്യമായിട്ട് ഇങ്ങനെ വെക്കുക ചെയ്യുക. അപ്പം ഇതൊന്നും ക്ലീൻ ആക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഒരു തിണയിൽ അദ്ദേഹം കിടക്കും. മറ്റേ പണ്ടത്തെ പടാപ്പുറം എന്ന് അറിയാം, പഴയ വീടുകളിൽ പടാപ്പുറം എന്നിട്ട് പരിശ്രമം സിസ്റ്റം ഉണ്ട്. നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനുമായിട്ട് ഒരു ഉയർത്തി കെട്ടിയവരുണ്ട്. അപ്പോൾ ഒരു എൻ്റെ വീട്ടിന് തൊട്ടപ്പുറത്ത് മറ്റൊരു പടാപ്പുറമുണ്ട്. അപ്പോൾ ഒരു പടാപ്പുറത്ത് അദ്ദേഹം കിടക്കും, മറ്റേ പടാപ്പുറത്ത് ഈ എഴുതിയൊക്കെ വെക്കും. ഈ പടാപ്പുറം ക്ലീനാക്കാൻ നമുക്ക് അനുവാദമില്ല. എഴുതിയൊക്കെ പടാപ്പുറം എഴുതി വെക്കുന്ന സാധനങ്ങൾ എത്ര കാലങ്ങളായിട്ട് ക്ലീൻ ആക്കാതെ കിടക്കും. അപ്പോൾ ഇതിലിങ്ങനെ ഇദ്ദേഹത്തിന് ഈ ലൈബ്രറി സിസ്റ്റം ആയി. നമ്മളിപ്പോൾ ഫയലൊക്കെ ഇല്ലോ, മറ്റേ 13 ഫെബ്രുവരി 01 എന്നിട്ട് നമ്മുടെ ഫയൽ നമ്പർ, അതുപോലെയാണ് അദ്ദേഹത്തിന്. ഈ എഴുതാനുള്ള കാര്യത്തിൻ്റെ ഇന്ന പേപ്പർ ഇവിടെ ഉണ്ട് അദ്ദേഹം ഓർത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മളിത് മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതിന് ഓർഡറൊക്കെ തെറ്റും. അതുകൊണ്ട് അത് സമ്മതിക്കില്ല. അപ്പൊ അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അങ്ങനെയൊക്കെ വളരെ കർക്കശമായിരുന്നു ആ കടലാസുകൾ. മറ്റൊരു പുസ്തകം ഈ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഗതിയുടെ ഇടയിൽ ആളുകൾ സന്ദർശിക്കാൻ വരുന്നതൊക്കെ കൊണ്ടതിൽ ഒരു അസ്വസ്ഥതയും കാണിക്കില്ല. അപ്പം എഴുതുന്ന നിർത്തി ആ കടലാസൊക്കെ വായിച്ച് മുടി വെച്ചിട്ട് ആൾക്കാർ സംസാരിക്കും. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും കാരശ്ശേരി മാഷോ ആരോ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഈ വിഷമിച്ചിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുമ്പോൾ വരുന്ന ആൾക്കാരെ എന്തിനാ ചിരിപ്പിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവരെ വിഷമത്തിൽ വരുമ്പോൾ ഞാൻ എൻ്റെ വിഷമം കൂടി പറഞ്ഞിട്ട് അവരെ ഇനി വിഷമിപ്പിക്കണോ? അതിനല്ലത് ഒരാൾ വിഷമിച്ചാൽ മറ്റേയാൾ സന്തോഷിക്കുന്നത് നല്ലതായിരിക്കും. ഈ ശ്വാസം മുട്ടലിൻ്റെ ഇടയിൽ അദ്ദേഹം തമാശ പറയും, ചിരിക്കും. അപ്പോൾ ഇപ്പം സംഗതി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ചിലപ്പോൾ ഈ പറഞ്ഞ ചാർലി ചാപ്ലിൻ പറഞ്ഞ മാതിരിയായിരിക്കും, ഉള്ളിൽ കരഞ്ഞുകൊണ്ടായിരിക്കും പുറത്ത് ചിരിക്കുന്നില്ല. അദ്ദേഹത്തിന് വിഷമം പ്രയാസം ഒക്കെ ഉള്ളിലുണ്ട്. പക്ഷെ വരുന്നവനെ സന്തോഷിപ്പിച്ചിട്ട് അദ്ദേഹം വീടുകളിലിരുന്നു. ജയകുമാർ സാറൊക്കെ വരുന്നത് എനിക്കറിയാം. ജയകുമാർ സാറൊക്കെ ആയിരുന്നു കളക്ടർ. ജയകുമാർ കോഴിക്കോട് കളക്ടറായ സമയത്ത് ജയകുമാർ സാർ നല്ല പ്രയാസം, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജയകുമാർ സാർ ഓടി വരും. ചിലപ്പോൾ ഭാര്യ ഉണ്ടാവും കൂടെ. അവിടെ ഇരുന്ന് നമ്മളെ മാംഗോസ് മരിച്ച വീട്ടിൽ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിച്ചിരിച്ച് ഭയങ്കര ആ ടെൻഷനൊക്കെ പോയി വളരെ റിലാക്സ് ആയിട്ടാണ് പിന്നെ അദ്ദേഹം പോവുക. അങ്ങനെ ഒരു
ഇതായിരുന്നു നമ്മളെ വീട്ടിൽ മാംഗോസ്റ്റീൻ മരച്ചോട്ടിൽ ഈ എഴുതുന്ന സംഗതികളോ അല്ലെങ്കിൽ എഴുതുന്ന കഥയെക്കുറിച്ചോ അനുഭവങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും നിങ്ങളോടും മക്കളോടും ഉമ്മയോടും എന്തെങ്കിലും അങ്ങനെ സംസാരിക്കും? വീട്ടിൽ ചർച്ചയില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ ഒരു ഫ്ലോയിൽ എഴുതുന്ന പരിപാടിയില്ലല്ലോ. അങ്ങനെ എഴുതും, കുറച്ച് ഭാഗം എഴുതി വെക്കും, അപ്പോൾ അതവിടെ മാറ്റി വെക്കും. ചിലപ്പോൾ അതിൻ്റെ തുടർച്ച ചിലപ്പോൾ അപ്ലൈ ആക്കിയില്ല കിട്ടുക. പിന്നെ വേറെ എന്തെങ്കിലും ആലോചിക്കുക, അപ്പോൾ അത് എഴുതും, അത് മാറ്റി വെക്കും. പിന്നീടേക്ക് പിന്നെ അതിൻ്റെ മറ്റതിൻ്റെ തുടർച്ച രണ്ടാമത് കിട്ടുക. അപ്പോൾ ആ എഴുതുന്ന അപ്പുറത്ത് മാറ്റി വെക്കും, ഇപ്പുറത്ത് മാറ്റി വെക്കും. അങ്ങനെ ഒരു 3-4 കഥകൾ, 3-4 ലേഖനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരേ സമയത്ത് പല സമയങ്ങളിലായിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇത് മാറ്റരുതെന്ന് പറയുന്നത്. മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോലെ അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടില്ല. അപ്പോൾ ഞാനൊക്കെ ജനിച്ചതിന് ശേഷം അദ്ദേഹം എഴുതിയത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ചെവിയോർക്കുമ്പോൾ അന്തിമകാഹളം, പിന്നെ യായിലാഹിയൊക്കെ അദ്ദേഹം മരിച്ച ശേഷം പ്രസിദ്ധീകരിച്ചത്. എനിക്കൊന്നും ഞാൻ ജനിച്ച ശേഷം പിന്നെ എഴുതിയത് ചെവിയോർക്ക് അന്തിമകാഹളം വരെയാണ്. പെങ്ങളുള്ള സമയത്താണ് മാന്ത്രിക പൂച്ച എഴുതിയത്. അതിനു മുമ്പൊക്കെ അദ്ദേഹം ഇതിനു മുമ്പ് കല്യാണത്തിന് മുമ്പോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഉടനോ ഒക്കെ എഴുതിയ സാധനങ്ങളാണുള്ളത്. പാത്തുമ്മയുടെ ആട് പോലും ജസ്റ്റ് കല്യാണം കഴിഞ്ഞ സമയത്ത് ആണ് എഴുതിയത്. വല്ലപ്പുഴ ഈ മെന്റൽ അസൈലത്തിൽ കിടക്കുന്ന സമയത്താണ് എഴുതിയത്. പിന്നീട് അദ്ദേഹം എഴുത്ത് കുറവായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കൂട്ടുകാരോടത്തുള്ള ആഘോഷങ്ങളും അവരോടുള്ള സന്തോഷം പങ്കിടലും ചർച്ചകളും അവിടെ നല്ല സംവാദങ്ങൾ. ചേകന്നൂർ മൗലവിയൊക്കെ അവിടെ വന്നൊരു സംവാദം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സി.എൻ. അഹമ്മദ് മൗലവി, ചേകന്നൂർ മൗലവിയൊക്കെ വന്നിട്ട്, അപ്പൊ ഇവരോടൊക്കെ ഈ ദീനിയായ വിദ്യാഭ്യാസവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് പഠിച്ചതല്ല, വായിച്ചിട്ട് കിട്ടിയ അറിവാണ്. എനിക്ക് തോന്നുന്നു ഒന്നാമത് 5th ഫോറം, ഏകദേശം 10ാം ക്ലാസ് സമയത്ത് തന്നെ അദ്ദേഹം നാട് വിട്ടല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഈ മുസ്ലിം സമുദായത്തിൽ ഒരു 8ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് തന്നെ 8ാം ക്ലാസ് മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ ഒരു 15 വയസ്സാവുമല്ലോ. അതെ. അപ്പോൾ അതിന് മുമ്പൊക്കെ തന്നെ അദ്ദേഹത്തിന് ഈ സ്വാതന്ത്ര്യ സമര ചിന്തകളും അതിൻ്റെ ഇതൊക്കെ ആയിട്ട് വന്നല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം വളരെ കൂടുതൽ കാലം ഇത് പഠിച്ചിട്ടുണ്ട്. ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 5-6 വയസ്സ് 7 വയസ്സ് വരെയൊക്കെ മതപരമായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുമായിരുന്നു അദ്ദേഹം? അങ്ങനെയില്ല. പക്ഷെ ഭയങ്കര സൂഫി ഈസ്റ്റ് ചിന്താധിക്കാരൻ അദ്ദേഹം. അദ്ദേഹം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദിക്ർ ചെല്ലുന്ന ഒരു മെഷീൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു അറബിനാഥ് നേരെ കൊണ്ടു കൊടുത്തത്. അതിങ്ങനെ ഇങ്ങനെ ദിക്ർ വരും. അത് നോക്കും ഞാൻ എത്ര ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ പള്ളിയിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല, നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി എപ്പോഴും ദൈവത്തെ സംവദിക്കാം. ദൈവത്തെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ സംവദിക്കുക. അതിന് പ്രത്യേകം സമയം വേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി. നമുക്ക് നിന്റെ പെടലിയലിനേക്കാൾ അടുത്താണ് ഞാൻ സ്ഥിതി ചെയ്യുന്നതെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാൻ ഖുർആൻ വിദഗ്ധനല്ല, അങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പെടലിയലിനേക്കാൾ അപ്പം നിന്റെ പെടലിയലിനേക്കാൾ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നിന്നെ കാണാൻ ഞാൻ എന്തിന് പള്ളിയിൽ പോകണം, ഞാൻ എന്തിന് മക്കയിൽ പോകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. ആ രീതിയിലുള്ള ചിന്തക്കാരൻ അദ്ദേഹം, സൂഫീസ് ചിന്തക്കാരൻ. നമ്മളിൽ തന്നെയാണ്, ഞാൻ തന്നെയാണ് ദൈവം, നമ്മളിൽ തന്നെയാണ് ദൈവം എന്നുള്ള ഒരു ബോധമായാണ് അദ്ദേഹത്തിന്. ദൈവം നമ്മളിൽ തന്നെയാണുള്ളത്, നമ്മുടെ ഏറ്റവും അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ അദ്ദേഹത്തെ സംവദിക്കാൻ നമുക്ക് പ്രത്യേക ഇടത്തിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം സംബന്ധിക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായി. ഇപ്പം ഇങ്ങനെ ജീവിച്ചു പോരുന്ന ഒരാളിന് ഒരു ഭർത്താവിൻ്റെ സാന്നിധ്യം, ഒരു കുടുംബനാഥൻ്റെ സാന്നിധ്യം എന്നൊക്കെയുള്ള തലത്തിൽ വീട്ടിലെങ്ങനെ അനുഭവപ്പെടും? ഉമ്മ എന്തെങ്കിലും പറയാറുണ്ട്? ഉമ്മച്ചിയെ തന്നെയായിരുന്നു കുടുംബം നോക്കിയിരുന്നത് കാര്യമായിട്ട്. കാരണം ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ നിറയെ ആൾക്കാരും പിന്നെ ഈ സാഹിത്യ ചർച്ചകൾ, സംവാദങ്ങൾ, ഉദ്ഘാടനങ്ങൾ അല്ലെങ്കിൽ പുറത്ത് പ്രസംഗങ്ങളൊക്കെ ആയിട്ട് പോകും. ഇപ്പം ഉമ്മച്ചി തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ടാറ്റ പൈസ കൊടുക്കും, ഉമ്മച്ചി മുഴുവൻ ഭരണം ഉമ്മച്ചി തന്നെയായിരുന്നു, വീട്ടു ഭരണം മുഴുവൻ. വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ. ഇപ്പോൾ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതൊന്നും കൃത്യമായിട്ട് പറയില്ല. ഇപ്പം നമ്മളിപ്പം മറ്റൊരു വീടുകളിൽ, ഇപ്പം എൻ്റെ കുടുംബ വീടുകളിലൊക്കെ ആൾക്കാർ വേണമെങ്കിൽ ഞങ്ങൾ 4 ആൾക്കാർ വരുന്നുണ്ടെന്ന് ആദ്യമേ പറഞ്ഞിട്ടാണ് മിക്കവാറും പോകുക നമ്മുടെ ഭക്ഷണത്തിനൊക്കെ ഉണ്ടെങ്കിൽ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. നമ്മളെ വീട്ടിൽ ആരാ വരുന്നത്, എപ്പോഴാണ് ഭക്ഷണത്തിന് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ തന്നെ അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഉമ്മച്ചി കുടുംബത്തിലെ കല്യാണങ്ങൾക്കൊന്നും ടാറ്റ പോവില്ല, ഉമ്മച്ചി പോകും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ടാറ്റയ്ക്ക് ഞാനാ കാവലിക്കുക, ഞാനും പോവില്ല കല്യാണത്തിന്. ടാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീട്ടിലേക്ക് ചെറിയ കുട്ടിയായ സമയത്ത്. അപ്പോൾ ഈ കറിയൊക്കെ മാക്സിമം ഒരു 3 ആൾക്ക് വേണ്ടി വെച്ച് കരുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 4 ആൾക്ക് 6 ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ കറിയിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് കറി ഉണ്ടാക്കി എനിക്കറിയാം. പിന്നെ മറ്റേ കോഴിമുട്ട ഉണ്ടാവും, കോഴിമുട്ട എടുത്ത് പൊരിച്ചിട്ട് പെട്ടെന്ന്. പിന്നെ 4 ആൾക്കാരുണ്ടെങ്കിൽ 6 ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പം 4 ആൾക്കാരെ ഭക്ഷണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 5 പേർക്ക് അത് വീതിച്ചു കൊടുക്കും. അപ്പോൾ എന്നോട് ഇപ്പോൾ നീ ഭക്ഷണം കഴിച്ചാൽ പറയാം, ഞാൻ കുറേ നേരം കാത്ത് നിന്ന് വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് വിശന്നപ്പോൾ ഞാൻ കഴിച്ചെന്ന് പറയും. ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല. ആ വരുന്ന ആൾക്കാർക്കൊക്കെ വിളമ്പും, ഞാൻ ഭക്ഷണം വിളമ്പും. അങ്ങനെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. ടാറ്റ എന്ന് വിളിച്ചത് എങ്ങനെയാ? അത് പെങ്ങളാണ്. അത് ചെറുപ്പത്തിൽ ഈ
സാഹിത്യ അക്കാദമിയുടെ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോഴേ ടാറ്റ പറയുമ്പോഴോ എന്നൊരു ടാറ്റ കാണിക്കും. അപ്പോൾ ചെറിയ കുട്ടിയല്ലേ, 2-2.5 വയസ്സുള്ള കുട്ടി ടാറ്റ പറയുന്ന ആൾ ടാറ്റയായി മാറിയത്. അങ്ങനെ പെങ്ങൾ ടാറ്റാന്ന് വിളിച്ചു, ഞാൻ ടാറ്റാന്ന് വിളിച്ചു, എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മക്കളൊക്കെ ടാറ്റാന്ന് വിളിച്ചു, ചുറ്റുവട്ടത്തെ ആൾക്കാരൊക്കെ ടാറ്റാന്ന് വിളിച്ചു. അങ്ങനെ കോമൺ ആയിട്ട് ആ പ്രദേശം മുഴുവൻ ടാറ്റാന്ന് വിളിക്കാൻ തുടങ്ങി. എൻ്റെ കുടുംബം മുഴുവൻ ടാറ്റാന്ന് വിളിക്കുക. അതുപോലെ തന്നെ എന്നെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മേമാന്ന് വിളിക്കുക. എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മോൻ വിളിച്ചതാണ് മേമാന്ന്. ചെറുപ്പത്തിൽ. അപ്പം അങ്ങനെ വിളിച്ച് വന്നതാണ്. എൻ്റെ ഒരു ഇളയമ്മയുടെ മകൻ മേമാന്ന് വിളിക്കും, അവളുടെ മകൻ മേമാന്ന് വിളിക്കും. ഇപ്പൊ കൊച്ചു കുഞ്ഞുണ്ട്, അതും ഇപ്പം മേമാന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. 3 തലമുറ ഇപ്പം മേമാന്ന് വിളിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ മേമാന്ന് വിളിക്കും. ഈ പിന്നെ തമാശയും അല്ലെങ്കിൽ ഫലിതവും ഒക്കെ പറഞ്ഞു ചിരിക്കുന്ന ബഷീറിനപ്പുറം ദേഷ്യക്കാരനായിട്ടുണ്ടോ ഉപ്പ എപ്പോഴെങ്കിലും? അങ്ങനെ ദേഷ്യക്കാരൻ പറഞ്ഞാൽ ചില സമയത്തൊക്കെ ദേഷ്യം പിടിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഞാൻ ജനിച്ച ശേഷമേ പിന്നെ അദ്ദേഹത്തിന് മകന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ എവിടെയും പോകാൻ കോളേജൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാലും മറ്റേ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇന്ന സമയത്ത് എത്തണ മക്കളായിട്ട് ഭയങ്കരമായിട്ട് മകനോടുള്ള ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ടാറ്റ അങ്ങനെ ദേഷ്യം പിടിച്ചിട്ടില്ല. മച്ചി പറഞ്ഞിട്ട് ടാറ്റ ചെറുപ്പത്തിൽ ദേഷ്യം പിടിച്ചിട്ടുണ്ടെന്ന്, പക്ഷെ ഞാനങ്ങനെ ദേഷ്യം പിടിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ നേരെ വൈകി വന്നാലൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖം മാടും, അല്ലെങ്കിൽ പേടിയായിരുന്നു. കാരണം ഞാൻ അത്രയും വയസ്സായി ജനിച്ച മകനല്ലേ, അപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിക്കുമതൊക്കെ പേടിയായിരുന്നു, വളരെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ എവിടെയും പോകില്ല, കാര്യമായിട്ട് എവിടെയും പോകില്ല. ഇങ്ങനെ കുടുംബത്തിൽ തന്നെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ മച്ചി അല്ലെങ്കിൽ പെങ്ങളെ അവരൊക്കെ പോവുള്ളൂ. ഞാൻ ടാറ്റനെ കൂടെ തന്നെ നിൽക്കും. ഈവൻ തലയാൽപ്പറമ്പിൽ കല്യാണം ഉണ്ടെങ്കിൽ തന്നെ പോലും മച്ചി പോകും, ഞാൻ ടാറ്റനെ കൂടെ നിൽക്കും. അതെന്താ പറയുക, അതിൽ പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ മകൻ കൂടെ ഉണ്ടാവാൻ എപ്പോഴും കംഫർട്ടബിൾ ആണ്. ഏത് യാത്രക്ക് പോകുമ്പോഴും കൂടെ ഞാൻ ഉണ്ടാവും. യാത്ര മറ്റേ സമ്മേളനങ്ങൾക്ക് പോകുമ്പോഴും ഞാൻ ഉണ്ടാവും. ഭക്ഷണത്തിന് അവരെ കൂടെ ഇരിക്കുക. എനിക്ക് വേദിയിൽ സീറ്റ് കിട്ടും. എനിക്ക് ചെറിയ കുട്ടിയായി ഞാൻ ഈ അഴീക്കോടിൻ്റെ കൂടെയും എൻ വി കൃഷ്ണവാര്യരുടെ കൂടെയും ഈ മറ്റേ ഇങ്ങനത്തെ ഒരു ഒട്ടുമിക്ക പ്രമുഖരായ ആൾക്കാരെ മുൻവശത്തിരിക്കുമ്പോൾ എനിക്ക് ബാക്കിൽ സീറ്റ് വരും. ഞാൻ കൂടെ പോകും. അപ്പോൾ അത് കണ്ട് ഈ ചെറുപ്പത്തിലെ ഈ തത്വമസിയെ പറ്റിയിട്ട് അഴീക്കോട് ഭാഷ പ്രസംഗിക്കുന്നൊക്കെ കേട്ടിട്ട് 12 വയസ്സ് 11 വയസ്സുള്ള കുട്ടി, ഇപ്പം 15 വയസ്സുള്ള കുട്ടി തത്വമസിയൊക്കെ കേട്ടാൽ ഞാൻ അപ്പടിച്ച് പോകില്ലല്ലോ. ഞാൻ കേട്ടിരിക്കും. കാരണം നമ്മളങ്ങനെയാ കണ്ടത്. നമ്മളെ ഈ ടൂർ അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു മറ്റേ ഔട്ടിങ് എന്ന് പറയുന്നതൊക്കെ സാഹിത്യ സമ്മേളനങ്ങൾക്ക് പോകുന്നതാണല്ലോ. അപ്പൻ്റെ കൂടെയുള്ള ഔട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കിതാണ്, വേറെ ഒന്നുമില്ല. പിന്നെ ബീച്ചിലേക്ക് പോകുന്നൊരു പോക്കും, ഈ തേങ്ങയുടെ പൈസ വാങ്ങാൻ പോകുന്നത്, വേറെ എവിടെയും ഇല്ല. എനിക്കങ്ങനെ ഔട്ടിങ് ഉണ്ടായിട്ടില്ല. ഈ ഇത്രയും ഉപ്പയോട് അറ്റാച്ച്ഡ് ആയിരിക്കുമ്പോൾ ഈ അവസാന സമയങ്ങളിൽ ഉപ്പയോട് നിൽക്കാൻ കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ കഴിയാത്ത വേദന? ഭയങ്കര നഷ്ടം, അത് ഭയങ്കര വേദന തോന്നിയിട്ട്. കാരണം എനിക്ക് വീട്ടിലേക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പൊളിറ്റിക്സിലുണ്ടായിരുന്നു. അപ്പം 12 വയസ്സിൽ തുടങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനമൊക്കെ ആയിട്ട് നടന്നു. അപ്പം മറ്റേ ആൻ്റണിയൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു എനിക്ക്. ഇപ്പം ഈ എൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ 2 ദിവസം മുമ്പായിരുന്നു എറണാകുളത്ത് മഹാസംഗമം എന്നിട്ട് നടന്നു. രാജീവ് ഗാന്ധി വന്ന സമ്മേളനം. അപ്പം 2 ദിവസം കഴിഞ്ഞാൽ എൻട്രൻസ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം നമ്മളവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞു 2 ദിവസം മറ്റേ ബസ്സുണ്ട് വരുന്നോ ചോദിച്ചു. അപ്പം എനിക്കാണെങ്കിൽ പോകുന്നത് ഭയങ്കര ആഗ്രഹം, മറ്റന്നാളെ എക്സാം. അപ്പം ഞാൻ ടാറ്റനോട് പറഞ്ഞു, ടാറ്റ എനിക്ക് പോകണം, എനിക്ക് സമ്മേളനത്തിന് പോകണം, രാജീവ് ഗാന്ധിനെ കാണണം എന്ന്. അപ്പം എന്നിട്ട് പറഞ്ഞു എനിക്ക് മറ്റന്നാൾ പരീക്ഷയല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു മറ്റന്നാൾ പരീക്ഷയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻട്രൻസ് എനിക്ക് ഇനി അടുത്ത വർഷം എഴുതാൻ പറ്റും, രാജീവ് ഗാന്ധിനെ എനിക്ക് ഇനി എപ്പോഴും കാണാൻ പറ്റും എനിക്കറിയില്ല. അതെ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി മഹാസംഗമത്തിന് പോയി വന്നിട്ട് എക്സാം ഈ പറഞ്ഞ പോലെ എക്സാം കുറച്ച് ടഫായിരുന്നു. എന്നാലും ഞാൻ എഴുതി. എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു കിട്ടുന്നു, ഒരു പ്രതീക്ഷയില്ലായിരുന്നു കിട്ടുന്നു. അതൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. റിസൾട്ട് വന്നിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ പെങ്ങൾ ചോദിച്ചു, ഇന്ന് എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നില്ല പത്രത്തിൽ. ഞാൻ പറഞ്ഞു ഞാൻ നോക്കണ്ട, ഉറപ്പില്ല അത്. അപ്പം പെങ്ങൾ പോയി നോക്കി. അത് അങ്ങനെ സിവിൽ സ്റ്റേഷനിലോ എന്തോ മറ്റേ ഇതിൻ്റെ പോയിട്ട് നോക്കിയപ്പോൾ എൻ്റെ പേരുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഈ എനിക്ക് കുറച്ച് ടഫായിരുന്നു. ടാറ്റ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവസാന നിമിഷത്തിൽ 2 ദിവസം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. ടാറ്റ പറഞ്ഞ തെങ്ങമ്മ ബാലകൃഷ്ണൻ, അത് CPIയുടെ നേതാവ് തെങ്ങമ്മ, അദ്ദേഹത്തെ അറിയാം, കൊല്ലംകാരാണ്. അന്ന് DK എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ. അപ്പോൾ തെങ്ങമ്മ ബാലകൃഷ്ണൻ എന്തോ DK എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് കിട്ടാൻ വിചാരിച്ചാൽ നടക്കുന്നു. അതുപോലെ MP പ്രധാനപ്പെട്ട ആളാണ് നേതാവാണ്. തെങ്ങമത്തിനാ പറയാം ഞാൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്ത് ഞാൻ പഠിക്കില്ല, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചോളൂ. അത് ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചു. ബിടെക് എന്നുള്ള ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചു. അപ്പം എന്തോ ഭാഗ്യത്തിന് കിട്ടി. എന്നെ കൊണ്ടുപോയി ചേർത്താൻ വേണ്ടി അദ്ദേഹം കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു.
ഇപ്പോൾ കണ്ണൂർ ഗവൺമെൻറ് കോളേജ് കണ്ണൂരിൽ എനിക്ക് കിട്ടിയത് ആദ്യമായിട്ട്. അപ്പോൾ ആ സമയത്ത് കോളേജ് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ സമരം, അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാണ്ട് കുട്ടികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ടാറ്റയൊക്കെ ഒരു കാറിൽ പോയി. അപ്പം ബഷീറിനെ കണ്ട കൂടി കുട്ടികൾക്ക് പിന്നെ സമരത്തിന് ഇരിക്കും വേണം, അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും വേണം. കുട്ടികൾ എന്ത് ചെയ്തു, ഒരു ബാച്ച് സമരത്തിന് ഇരിക്കും, ഒരു ബാച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. പിന്നെ ആ ബാച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത ബാച്ച് വരും, ഈ ബാച്ച് ഇങ്ങോട്ട് പോകും. അങ്ങനെ ഭയങ്കര അതൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. കുട്ടികളുടെ പോയാലും നമുക്ക് കിട്ടുന്ന ആ ഇതുണ്ടല്ലോ, ഒരു റെസ്പെക്റ്റ് ഭയങ്കര തന്നെയാണ്. അപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല, ആ സമയത്ത് തന്നെ അറിയണത്. അങ്ങനെ ബിടെക്ക് ഞാൻ ജോയിൻ ചെയ്തു. ആ സമയത്ത് ഇതിന് കുഴപ്പമുണ്ടായില്ല. പിന്നെ ഞാൻ കോളേജിൽ പോയി, എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ പോയതുകൂടി പിന്നെ എനിക്ക് പഠിക്കാനൊക്കെ കുറേ ഉണ്ടായപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും വരാതായി. അപ്പോൾ വരാതായപ്പം ടാറ്റയ്ക്ക് എനിക്ക് തോന്നുന്നു ടാറ്റയ്ക്ക് കുറേയൊക്കെ ടാറ്റ പിന്നെ പെട്ടെന്ന് വയസ്സായി. അതുവരെ കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ള ആളായിരുന്നു ടാറ്റ. പിന്നെ ടാറ്റയ്ക്ക് പിന്നെ എൻ്റെ 1-ാം വർഷത്തിൽ എൻ്റെ പെങ്ങളെ ഭർത്താവ് മരിക്കുകയും ചെയ്തു. 89-90 മരിക്കുകയും ചെയ്തു. അപ്പോൾ അതും കൂടി എല്ലാം കൂടി ആയപ്പോൾ പെട്ടെന്ന് ആരോഗ്യം ക്ഷയിച്ചു. നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു. പഞ്ച പിടിച്ചാൽ ഞാൻ പോലും തോൽക്കുമായിരുന്നു. ഞാൻ ആ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ 75 വയസ്സിലൊക്കെ ഞാൻ പഞ്ച പിടിച്ചാൽ ഞാൻ ജയിക്കില്ല. ഞാൻ ജിമ്മിന് പോകുന്ന സമയം കൂടിയാണ്. എന്നാൽ പോലും അദ്ദേഹത്തിന് ഭയങ്കര പഞ്ചപിടുത്തത്തിൽ ഭയങ്കര ശക്തിയൊക്കെ കഴിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരാൾ പിന്നെ പെട്ടെന്ന് ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങി. അതിൽ തന്നെ എനിക്ക് നല്ല ഓർമ്മയുള്ളൊരു ഇതുണ്ട്. ഞാനിങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ വീട്ടോട്ട് വരുമ്പോഴേ ഇതുപോലെ വീട്ടിലൊരു അരമതിലുണ്ട്. ആ അരമതിലിൻ്റെ മുകളിൽ കയറിയിരിക്കും. രാത്രി 9 മണിക്ക് എത്തുന്നൊരു എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് വണ്ടി. പാലക്കാട് എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്കുള്ള വണ്ടിയാണ്. അപ്പം ഞാൻ പാലക്കാട് നിന്ന് ഒരു ലോക്കൽ കയറി ഷൊർണൂർ വരും. ഷൊർണൂരിൽ നിന്ന് ഈ ട്രെയിൻ കയറി വീട്ടിലേക്കെത്തും. വീട്ടിലെത്തുമ്പോൾ 9:30 ആവും രാത്രി. അപ്പോൾ ഈ വണ്ടി വരുന്നത് അന്നൊക്കെ വളരെ വാഹനം കുറവായതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാറിയിട്ടാണ് റെയിൽവേ ലൈൻ പോകുന്നത്. ശബ്ദം കേൾക്കും. അപ്പോൾ വണ്ടി വരുന്നത് ഇങ്ങനെ ശബ്ദം ഓർത്ത് അവിടെ തലയിരിക്കും. 10:30 വരെ ഇരിക്കും. 10:30 വരെ ഇരുന്നിട്ട് തിരിച്ച് വരില്ലെന്നറിയാം, തിരിച്ചു പോകും. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളും അദ്ദേഹത്തിന് ഇരിക്കും അങ്ങനെ. അപ്പം ഞാൻ വന്ന് വെള്ളിയാഴ്ച ഭയങ്കര സന്തോഷമാണ്. വന്ന് എനിക്ക് ഭക്ഷണം കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മച്ചീനെ ഭയങ്കര ഇതൊക്കെ അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം തല്ലും. ഭയങ്കര സന്തോഷമായിട്ടത്. അപ്പം ഓരോ ദിവസം ഞാൻ അതേമാതിരി പോകാൻ നേരത്തെ ടാറ്റ നല്ല ഇതിലാണ്, ശ്വാസം മുട്ടലാണ്. അപ്പം ഞാൻ എണീപ്പിച്ചില്ല. അപ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞ് വൈകുന്നേരം പോകാണ്ട് നിൽക്കുക. ടാറ്റ അവിടുന്ന് വിഷമിച്ചോണ്ട് പറയാം, ഇനി ഞാൻ എണ്ണും, അടുത്ത 14 ദിവസം, 15-ാമത്തെ ദിവസം നീ ഇവിടെ വെട്ടും, 14 ദിവസം 13 ദിവസം. അപ്പോൾ അത് അടുത്ത വെള്ളി ടാറ്റ ഞാൻ പുകയാന്ന് മുതൽ എണ്ണും. ആ വെള്ളി അതിൻ്റെ അടുത്ത വെള്ളി എന്തായാലും വരുന്ന പ്രതീക്ഷിക്കും ടാറ്റ. അപ്പോൾ എനിക്കാണ് എക്സാമോ മറ്റോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കോളേജ് ബിടെക് കുറേ പഠിക്കാൻ ഇത് എഴുതാനുണ്ടാവും, റെക്കോർഡ്സൊക്കെ എഴുതാനുണ്ടാവും. ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല. ഭയങ്കര വിഷമം എനിക്ക്. അതൊക്കെ പറഞ്ഞാൽ ഈ ഇങ്ങനെ സ്നേഹം കാണിക്കില്ല, പക്ഷേ ഇതൊക്കെ നമുക്ക് അറിയുന്നത് പിന്നീടാണ്. അങ്ങനെ സ്നേഹം കാണിക്കാൻ അധികം സമയം കിട്ടിയിട്ടുണ്ടായില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മരിച്ചതിന് ശേഷമാണ് ഇല്ല, മരിക്കില്ല. ഞാൻ പറയാം, അവസാന കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന വിഷമങ്ങളായി നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് ആ സമയത്തൊക്കെ നമ്മളത് ഡിഫോൾട്ടായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യമാണെന്ന് ചിന്തിക്കും. പക്ഷെ മരിച്ചതിന് ശേഷം ഞാനിങ്ങനെ ഓരോന്ന് ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ ഓരോ കാര്യം ചിന്തിക്കുമ്പോഴേ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്നേഹം ഭയങ്കര. ഈ വസ്ത്രം വാങ്ങിത്തരലോ അല്ലെങ്കിൽ പെൻ വാങ്ങിത്തരിക അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിത്തരിക എന്നുള്ള മാത്രമല്ല സ്നേഹമെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഈ ഇദ്ദേഹത്തിലൂടെയാണ്, ഈ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളോട് പറയും, ഞാൻ ഇപ്പോൾ എൻ്റെ മകനൊക്കെ ലേറ്റായി വരിക അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കുട്ടികളോട് ഭയങ്കര ടച്ചമില്ല. ഇവൻ ഈ കരുനാഗപ്പള്ളിക്കാരൻ രാവിലെ ഇവിടുന്ന് രാത്രി 8:30 ബസ് കയറിയാൽ രാവിലെ 3:45 അവൻ വീട്ടിലെത്തുക. അപ്പം പുലർച്ചയ്ക്ക് എന്നെ വിളിക്കും. ചിലപ്പോൾ അവൻ്റെ ട്വിൻ ബ്രദറെ വിളിക്കും. അവൻ പോയിട്ട് വരും. അപ്പം ഞാൻ പറയും, നീ ഇങ്ങനെ അവനെ വിളിക്കേണ്ട, അവൻ ഉറങ്ങിക്കോട്ടെ, എന്നെ തന്നെ വിളിച്ചാൽ മതി. അപ്പോൾ പറയും, എന്തിനാ രാവിലെ കഷ്ടപ്പെട്ട് എണീക്കുന്നത്, 3:45 എണീറ്റിട്ട് വന്നിട്ട് എന്നെ വിളിക്കാൻ വരണ്ടേ? ഞാൻ അവനെ വിളിച്ചോളാം. ഞാൻ പറയും, വേണ്ട, എന്നെ തന്നെ വിളിച്ചോളാൻ പറയും. അപ്പം ഞാൻ പറയും, ഇത് നിനക്ക് മനസ്സിലാവണേ, നിനക്കൊരു മോണ്ടാവട്ടെ. അപ്പം അത് നമ്മളിങ്ങനെ ഈ തലമുറയായിട്ടിങ്ങനെ അങ്ങനെ മാറുക. അച്ഛൻ എനിക്ക് വേണ്ടി കാത്തുനിന്ന് ഞാൻ എൻ്റെ മകന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പം അതങ്ങനെ ആ ഒരു ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അത് നമ്മളിങ്ങനെ ഫോളോ ചെയ്തു പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു?
അതും ഭയങ്കര ഒരു സങ്കടം തന്നെയാണ്. ഒക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതായി പോയി. കാരണം 30 വർഷമാണെങ്കിലും എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. അപ്പോൾ അത് പറയാൻ ബുദ്ധിമുട്ടാണ് എനിക്ക്. കാരണം ഞാൻ മറ്റേ ഈ കാരശ്ശേരി മാഷ ഒരു ഇൻ്റർവ്യൂ നടത്തിയല്ലോ, അതിൻ്റെ 2 ദിവസം മുമ്പാണ് ഇൻ്റർവ്യൂ നടത്തിയത്. അതിന് ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം, കുറേ കാരശ്ശേരി മാഷ എഴുതിയിട്ടുണ്ട്, ജീവിതത്തിൽ ഏറ്റവും പ്രയാസമേറിയ സംഭവവും ഏറ്റവും സന്തോഷം നൽകിയ നിമിഷവും പറയാൻ പറയുന്നത് കാരശ്ശേരി മാഷ. അന്ന് ഓൾ ഇന്ത്യയിലേക്ക് വേണ്ടി ഇൻ്റർവ്യൂ നടത്തിയതാണ്. അദ്ദേഹം പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം നൽകിയ മറ്റേ ദുഃഖം നൽകിയ സംഭവം എൻ്റെ മകൾക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടാണ്, അറ്റാക്കായിട്ട് മരിച്ചു പോയത്. അപ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിൽ പഠിച്ച 1-ാം വർഷം 90-ലാണ് മരിച്ചത്. അദ്ദേഹത്തേക്ക് വയസ്സായല്ലോ, 94 അദ്ദേഹം മരിച്ചും പോയല്ലോ. അപ്പം ഇനി ഞാൻ എൻ്റെ മകളൊക്കെ ഈ മറ്റൊരു കല്യാണം കഴിപ്പിക്കുന്നത് എനിക്ക് കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ, എൻ്റെ പെങ്ങളാണെങ്കിൽ ഇനി കല്യാണം കഴിക്കേണ്ടതായിട്ട് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഭയങ്കര ദുഃഖമുണ്ടായ സന്ദർഭം അദ്ദേഹം ഭർത്താവ് മരിച്ചത്. അപ്പോൾ രണ്ടാമത് ഏറ്റവും സന്തോഷം നൽകിയൊരു നിമിഷം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത്, ഞാൻ കേട്ട് നിൽക്കുകയാണ് ഇൻ്റർവ്യൂ. ഇങ്ങനെ ചിലപ്പം പത്മശ്രീ കിട്ടിയതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവാർഡ് കിട്ടിയൊക്കെയായിരിക്കും പറയാം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ പറഞ്ഞു തുടങ്ങി, എൻ്റെ മകൻ അനീസ് ബഷീർ ഞാനിങ്ങനെ അക്കാദമി മീറ്റിങ്ങിന് പോയി തിരിച്ച് വരുന്ന വീട്ടിലോട്ട് കയറുമ്പോൾ എൻ്റെ ഭാര്യയുടെ കയ്യിൽ അവൻ ഇരിക്കുകയാണ്, തണുത്ത് വിറച്ച് കിടക്കുകയാണ് കുട്ടി. അപ്പം അന്ന് വാഹന സൗകര്യങ്ങളില്ല, ഹോസ്പിറ്റലില്ല. അപ്പോൾ കുട്ടിയും കൊണ്ട് എടുത്ത് ഓടി, എൻ്റെ അറ്റെടുത്ത് ഓടി. അപ്പോൾ കുട്ടി മരിച്ചു എന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുട്ടി തണുത്തിരിക്കുകയാണല്ലോ, കുട്ടി അനങ്ങുന്നില്ല, കരയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പോണ വഴിക്ക് ഒരു മരത്തിൻ്റെ വേരേറ്റ് വീഴാൻ പോയപ്പോൾ ഞാൻ കരഞ്ഞു. ആ ശബ്ദമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ നിമിഷം എന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ മരിക്കുന്നതിൻ്റെ 4 ദിവസം മുമ്പത്തെ ഇൻ്റർവ്യൂലാണ് കേൾക്കുന്നത്. അപ്പം നമുക്ക് തളിച്ചു. അപ്പം അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഈ നമ്മളെ ജീവിതത്തെ നമ്മളിങ്ങനെ പലതും പല അച്ഛന്മാരും മക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും നല്ലതല്ലാത്തതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും കാണുമ്പോൾ ഞാൻ പുറകോട്ട് ചിന്തിക്കാറുണ്ട്, എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്തുമാത്രം എന്നെ സ്നേഹിച്ചു എന്നുള്ളത് ഞാൻ ജീവിതത്തിലൂടെ കണ്ട് പിന്നീട് മനസ്സിലാക്കി. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താ പറയുക, ഇപ്പം 30 വർഷമായിട്ടും ഇപ്പോഴും ഞാൻ വീട്ടിലെ മറ്റേ കൊലായിലൊരു വലിയ ഫോട്ടോ വെച്ചിട്ടുണ്ട്, വരച്ച ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ യാത്ര പോയിട്ട് ഇറങ്ങാറുള്ളൂ. ഇപ്പോൾ അച്ഛൻ മരിച്ചെന്നുള്ളത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അനുഭവം അന്നത്തെ പോലെ തന്നെ അരമതിലിരിക്കുന്ന ബഷീർ അവിടെ വീട്ടിലുള്ള പോയി തന്നെ ഇപ്പോഴും നമ്മൾ യാത്ര പറഞ്ഞ് ഞാൻ വരാം, ഇപ്പോഴും ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു ഞാൻ വരാം, എന്നിട്ട് പോരും. കോളേജിൽ നിൽക്കുമ്പോഴാണോ സുഖമില്ലെന്നുള്ളത് അറിയുന്നത്? കോളേജിൽ മറ്റേ ഞാൻ കോഴ്സ് കഴിച്ചു. അപ്പോൾ കോളേജിൽ നിൽക്കുമ്പോൾ ഉണ്ടായ അനുഭവം വേറെ ഉണ്ട്. ഞാനിങ്ങനെ എക്സാം വരികയാണ്. അപ്പം ഞാൻ വീട്ടിലോട്ട് വന്നില്ല ആഴ്ച. അപ്പം വീട്ടിൽ രാവിലെ 6 മണിക്ക് നേരത്തെ എഴുന്നേൽക്കും, അന്നും നേരത്തെ എഴുന്നേൽക്കും. ഞാൻ എൻ്റെ സുഹൃത്ത് അനിൽ ശ്രീധരനാണ് എൻ്റെ സുഹൃത്ത്, വന്നിട്ട് പത്രം എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഉപ്പൊക്കെ സുഖമില്ല, ഹോസ്പിറ്റലിൽ. അപ്പോൾ നീ എങ്ങനെയാണെന്ന് ചോദിച്ചു. പത്രത്തിലുണ്ട്. ഞാൻ പത്രത്തിൽ നോക്കി, പത്രത്തിലുണ്ട് ബഷീർ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ ഇതായിപ്പോയി, കരച്ചിലൊക്കെ നിർത്തിപ്പോയി. അപ്പോഴത്തേക്ക് അവന് പിന്നെ ഇത് കാണിച്ചത് അവന് ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെ അവൻ സീൻ മാറ്റാൻ വേണ്ടി പറഞ്ഞ് ഒന്നുമില്ല, അന്നൊന്നും ഫോണില്ലല്ലോ, ഫോൺ സൗകര്യങ്ങൾ കോളേജിൽ ഹോസ്റ്റലിൽ ഫോണുണ്ട്, പക്ഷെ അതിൻ്റെ വാർഡനില്ല. അത് റൂം പൂട്ടിയിട്ട് പോകും അവരെ അയാൾ റൂം പൂട്ടി വീട്ടിൽ പോയി. പിന്നെ അവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം പോയിട്ട് വേണം പോകാൻ, റെയിൽവേ കോളനിയിൽ പോയിട്ട് വേണം ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നിനക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പത്രം വായിച്ചാലെങ്കിൽ നമുക്കൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരറിയാൻ, ഒന്നുമില്ല. ആരെയും വന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എവിടെയും പോയിട്ട് വീട്ടിൽ വിളിച്ചാലേ അറിയുള്ളൂ തമാശ. പക്ഷെ എനിക്കത് തമാശയായി തോന്നില്ല. ഞാൻ അപ്പം തന്നെ പോയി ഇങ്ങനെ അകത്തെ മറ്റേ റെയിൽവേ കോളനി വരെ 1 കിലോമീറ്റർ പോയി വിളിച്ചു. അപ്പം അന്ന് അദ്ദേഹത്തിന് മൂത്രത്തടസ്സത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. പത്രക്കാർ വെറുതെ എഴുതിയതാണ് ഇങ്ങനെ ബഷീർ മറ്റേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി മറ്റേ അസുഖം കാരണം. ചെറിയൊരു വാർത്തയേ ഉള്ളൂ, പക്ഷെ അത് പാലക്കാട് എഡിഷൻ എന്ന് പറഞ്ഞാൽ അന്ന് കോഴിക്കോട് എഡിഷൻ്റെ കീഴിൽ എന്തോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ വന്നതാണ്.
എന്നാൽ നമുക്കത്ര ദൂരത്ത് നിൽക്കുമ്പോൾ ഒരു വേദനയാണ്, വിഷമമാണ്. അപ്പോൾ ഈ കോളേജിൽ ഈ 4 വർഷം ഞാൻ പറഞ്ഞു, ഈ 4 വർഷം അദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടേയിരുന്നു. അപ്പം 93 ഡിസംബറിൽ ഞാൻ കോഴ്സ് കഴിഞ്ഞു വീട്ടിലെത്തി. 94 റിസൾട്ട് വരുന്നു. S7 പേപ്പറും കൂടി എനിക്ക് റിസൾട്ട് കുറച്ച് ലേറ്റായി, എൻ്റെ റിസൾട്ട് ലേറ്റാണ്. അപ്പോൾ എഴുതി കഴിഞ്ഞാണ് ഞാൻ. അപ്പം ടാറ്റ ജൂലൈ 5 മരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടിയത്. അവസാനം വീട്ടിൽ വെച്ചായിരുന്നു? വീട്ടിൽ വെച്ചാൽ വീട്ടിൽ നിന്ന് അദ്ദേഹം തീരെ സുഖമില്ലാതെ കിടക്കുക. ആ സമയത്ത് EMS ഒക്കെ വീട്ടിൽ വന്ന സമയമാണ്. അപ്പം രാത്രി ഇദ്ദേഹത്തിന് ഓക്സിജൻ വല്ലാതെ ശ്വാസം മുട്ടലായതുകൊണ്ട് ഓക്സിജൻ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ ശരത്ചന്ദ്രൻ്റെ അദ്ദേഹം സുഹൃത്തുണ്ട് ശരത്ചന്ദ്രൻ, അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റലുണ്ട്, RM ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൽ ഓക്സിജൻ കൊണ്ടുവരും, തീരുമ്പോൾ ആ സിലിണ്ടർ കൊണ്ടുപോയി കൊടുത്ത് ഞാൻ അടുത്ത സിലിണ്ടർ കൊണ്ടുപോയി കൊടുക്കുക ചെയ്യുക. അപ്പം അന്ന് കുറച്ച് കൂടുതൽ ഓക്സിജൻ ചിലവഴിച്ച്. അപ്പോൾ അദ്ദേഹം ശരത്ചന്ദ്രൻ ഡോക്ടറാണെങ്കിൽ അവിടെ ഇല്ല, ഹോസ്പിറ്റലിൽ ഇല്ല. അദ്ദേഹം മകനെന്തോ അഡ്മിഷന് വേണ്ടി പോയതാണ്, രാത്രി എത്തുള്ളൂ. ഓക്സിജൻ തീരാറായി. അപ്പം ഞാൻ പോയി നോക്കിയാൽ ഡോക്ടറില്ല. പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ പിന്നെ അതിനൊക്കെ കുറ്റിയൊക്കെ കൂടെ സംഘടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് തീരെ ആവശ്യം തന്നെ എത്തി. ഡോക്ടർ 11 മണിയായി എത്താൻ. വന്നപ്പോൾ തന്നെ ഡോക്ടർ വീട്ടിൽ വന്നു. 12 മണി എത്തിയായി ഡോക്ടർ വീട്ടിലെത്താൻ. അപ്പം സ്റ്റേജ് കണ്ടപ്പോൾ ഡോക്ടർ വേഗം നമുക്ക് കോഴിക്കോട് വലിയ ഹോസ്പിറ്റലുണ്ട്, അന്ന് നാഷണൽ ഹോസ്പിറ്റൽ, ഡോക്ടർ മൊയ്തു, മറ്റേ MSൻ്റെ കാലം ഡോക്ടർ മൊയ്തു ഡോക്ടർ ഹോസ്പിറ്റലാണ്, വലിയ ഡോക്ടർ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ആംബുലൻസ് വന്നു, കൊണ്ടുപോയി. 1:18 അദ്ദേഹം മരിക്കുന്നത് പുലർച്ചെ. ജൂലൈ 5 ഞാനൊരുത്തൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഞാനിങ്ങനെ അദ്ദേഹം ഇറങ്ങുന്ന അറിയുന്നുണ്ട്, സംസാരിക്കുന്നില്ല, പോവാണ്. അപ്പം ഇങ്ങനെ എൻ്റെ കൂടെ പുനലൂർ രാജനുണ്ട്, ഫോട്ടോഗ്രാഫർ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സെറ്റിംഗ് ഭാഗത്ത് രാജനുണ്ട്. ഞങ്ങളവിടെ പോയി. അപ്പോൾ രാജേട്ടൻ്റെ ഓരോ കാര്യം പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കേണ്ടി. പക്ഷേ എനിക്കിങ്ങനെ സമാധാനം വരുന്നില്ല, കാരണം തീരെ ആവശ്യമായി. അപ്പോൾ എനിക്കെന്തോ ഇങ്ങനെ പണ്ട് ഇദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, ചങ്ങമ്പുഴയോട് ഒത്തുകൂടിയൊരു ഫംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഇടത്ത് വശത്ത് നല്ലൊരു വേദന ഉണ്ടായി എന്ന് പറഞ്ഞു, എറണാകുളത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് യാതൊരു വിധത്തും ഇല്ലല്ലോ, ഇദ്ദേഹം എവിടെ ഉള്ളതെന്ന് വീട്ടുകാർക്ക് അറിയില്ല, പിന്നെ അറിയിക്കാൻ യാതൊരു മാർഗവുമില്ല. അനിയൻ അബു വന്നിട്ടാണ് പറയുന്നത്, ഉപ്പ മരിച്ചു എൻ്റെ ബഷീർ ബുക്ക് സ്റ്റാളിൽ വന്നിട്ട്. അപ്പോൾ അതുപോലെ ഒരു അനുഭവം എനിക്ക് തോന്നി. എനിക്ക് ആ ഒരു സന്ദർഭം കൃത്യമായിട്ട് ഓർമ്മ എപ്പോഴും ഉണ്ട്. നമുക്ക് ഇങ്ങനെ നമ്മളെ ഈ മോണയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ രക്തം നമുക്ക് വായിലൊരു ടേസ്റ്റ് വരില്ലേ, അതുപോലെ രക്തം ടേസ്റ്റ് വരുന്നു. മറ്റേ ചെവിയിലേക്ക് ഇങ്ങനെ അതിശക്തമായിട്ട് പമ്പ് ചെയ്യുന്ന പോലെ തോന്നുക. അനീസിന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഞാൻ അടുത്തേക്കാണല്ലോ, ഞാൻ മറ്റേ അത്യാഹിതപാട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 25 മീറ്റർ പുറത്ത് നിൽക്കുകയാണ്. അവസാനമായി എന്തെങ്കിലും പറഞ്ഞു അനീസിനോ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ബോധമൊക്കെ പോയി ഏകദേശം. അപ്പം മറ്റേ ഇങ്ങനെ അതിനു മുമ്പ് ഞാൻ കോഴ്സ് കഴിഞ്ഞ് വന്ന് ഞാൻ പിന്നെ കുറച്ച് കാലം പഠിപ്പിക്കാൻ പോയി. ഇനി നീ പഠിപ്പിക്കാൻ പോകണ്ട, കുറച്ച് കാലം എൻ്റെ കൂടെ നിൽക്കുക, കുറേ കാലം നീ പഠിക്കാൻ ഇതല്ലേ. ഞാൻ ജോലി നിൽക്കുക വേണ്ടെന്ന് വെച്ചു. ഞാൻ ഇപ്പോൾ ഫുൾ ടൈം വീട്ടിലായിരുന്നു. അപ്പം ഈ വീട്ടിലായ സമയത്ത് ഇങ്ങനെ ടാറ്റയ്ക്ക് ഇങ്ങനെ ചില മറ്റേ ഈ ഹാലൂസിനേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് വെള്ള വസ്ത്രധാരികൾ വരുന്നു, അങ്ങനെ അവരെന്തിനാണ് വരുന്നതൊക്കെ ചോദിക്കും. കുറേ വെള്ള വസ്ത്രധാരികൾ എന്തിനാണ് വരുന്നത്, അവരെന്തിനാ എപ്പോഴും വരുന്നതെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ എന്തൊരു ഹാലൂസിനേഷൻ പോലെ. അപ്പം അത് വേറെ ചില ആൾക്കാർ പറഞ്ഞത് അത് മരിക്കുന്ന സമയത്ത് നമ്മൾ മലക്കുകളെ കണ്ടാൽ, ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ മറ്റൊരു അനുഭവം ഉണ്ടായത്, അദ്ദേഹം മരിച്ച് കഴിഞ്ഞ് അന്ന് ഞാൻ ഭയങ്കര വിഷം വരുന്നല്ലോ. ഒരു ദിവസം ഫുൾ കരച്ചിൽ കയറ്റാൻ പിറ്റേ ഞാൻ ഇങ്ങനെ വന്നിട്ട് ടാറ്റ ഇങ്ങനെ കൊലായിൽ എന്നെ കാത്തിരിക്കുന്ന സ്ഥലത്ത് ഞാനും കാത്തു നിൽക്കുക. അപ്പോൾ ഗേറ്റ് ഉണ്ട്, ഇവിടുന്ന് ഏകദേശം ഒരു വലിയ പറമ്പാണല്ലോ. അപ്പോൾ ഗേറ്റ് ഒരു ഏകദേശം 20 മീറ്റർ മാറിയിട്ടാണ് ഗേറ്റുകൾ. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ എനിക്കിങ്ങനെ ടാറ്റനെ കാണാം. ഞാനിങ്ങനെ കണ്ണൊക്കെ മറ്റേ ഉറക്കച്ചടവിൽ നമ്മൾ കാണുന്ന വഴിക്ക് കണ്ണൊക്കെ ഇങ്ങനെ ഒരു വെളുത്ത രൂപം കാണാം, ആ വെള്ള മുണ്ടും വെള്ള ജുബയായിട്ട്. അപ്പം അത് 2 ദിവസം ഉറങ്ങാത്തതിൻ്റെ വിഷമം എനിക്കറിയാം. പക്ഷെ ഞാനിപ്പം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ടാറ്റ തന്നെയായിരുന്നു എന്നാണ്. എല്ലാം അറിയെങ്കിലും ഞാൻ വിശ്വസിക്കുന്നില്ല, ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കാൻ വെറുതെ ആഗ്രഹിക്കുന്നത് അത് വന്നത് എന്നോട് യാത്ര പറയാൻ വന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവനാണ് ആഗ്രഹിക്കുന്നത്. അന്ന് 30 വർഷമായി. എന്നാൽ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്, അങ്ങനെയാണെന്നാണ്. പക്ഷെ ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല, ഇങ്ങനെ മറ്റേ ജിന്നിലോ ഒന്നിലും വിശ്വസിക്കുന്നില്ല.
ബാക്കി ഒരുപാട് ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. ഒരുപാട് ബാക്കി വെച്ചിട്ടാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഞാനൊരു 10 വർഷം പുറകിൽ ജനിക്കാനായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ 22 വയസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വയസ്സാണ്. വീട്ടിൽ സാമ്പത്തിക ബാധ്യത അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും? ഒരു സ്ഥലത്തും ഒരു കടവും ഉണ്ടാക്കിയിട്ടില്ല, ഒരാൾക്കും കടമില്ല, അങ്ങോട്ട് കൊടുക്കല്ലാത്ത ടാറ്റ ഒരാളൊന്നും വാങ്ങിയിട്ടില്ല, ടാറ്റ കടം വാങ്ങാറില്ല. എനിക്കും ഇല്ല, ഒരു ലോണും ഇല്ല എനിക്ക് ജീവിതത്തിൽ, ഒന്നുമില്ല. ഒരാളോടൊന്നും കടം വാങ്ങിയില്ല, കൊടുത്തിട്ടേ ഉള്ളൂ. കൊടുത്തത് തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ അദ്ദേഹം കാണിച്ചു തന്ന രീതിയിൽ ഞാൻ ജീവിക്കും. ഈ പ്രശസ്തിയോടോ സമ്പത്തിനോടോ അങ്ങനെ സവിശേഷമായ എന്തെങ്കിലും ഒരു ഇഷ്ടം അദ്ദേഹത്തിന് എന്തിനോടെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല, നിസ്സംഗനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സൂഫി സ്റ്റൈലിലുള്ള ജീവിതം. ഒരിക്കലും ഒരു പുരസ്കാരങ്ങൾ പുറകെയും പോയിട്ടില്ല, സമ്മാനം കിട്ടാൻ ആഗ്രഹിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ വലിയ നില എത്താൻ ആഗ്രഹിച്ചില്ല. എന്തെങ്കിലും നിരാശ പങ്കുവെച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? മകൻ എന്നുള്ള നിലയിൽ അനീസിനോട് എന്തെങ്കിലും എനിക്ക് അങ്ങനെയൊന്നും ആകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല അദ്ദേഹത്തിനായിട്ട് ആകാൻ കഴിഞ്ഞില്ല എന്ന് ഒരു കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. കിട്ടുന്നതൊക്കെ ഏറ്റവും പറയാൻ എനിക്ക് കിട്ടാവുന്നതിൻ്റെ, അതായത് അറിയിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടെന്ന് അദ്ദേഹം പറയാറ്. ആവാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ടുണ്ട്, അർഹിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ മലബാറിലൊക്കെ അന്ന് ഈ പറയുന്ന മതവിശ്വാസം, പൗരോഹിത്യം, അതൊക്കെ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്താണ് ബഷീർ അതിൻ്റെ ഇടയിലൂടെ നടന്നത്. അത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ? സമ്മേളനത്തിന് പോയിട്ട് അദ്ദേഹം അവിടെ നിന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഈ മതപൗരോഹിത്യത്തിന് ശക്തമായി പ്രസംഗിച്ചത്. ഒന്ന് രാജേട്ടൻ്റെ കൂടെ ഉണ്ട്. രാജേട്ടൻ കിണികിടാ വർക്കുക. കാരണം വെച്ചാൽ കടൽ പോലെ വെളുത്ത തൊപ്പിട്ട് ആൾക്കാർ നിൽക്കല്ലേ, അപ്പോൾ അവരെ വിമർശിക്കല്ലേ, അവിടെ നിന്നിട്ട് അവരെ വിമർശിക്കുകയാണ് ടാറ്റ. SIO അല്ല, ജമാഅത്തെ ഇസ്ലാമി, ഏതൊരു സമ്മേളനം നോർമല്ല. അത് മാത്രമല്ല, മറ്റൊരു വേദിയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി, ഇങ്ങനെ ഇങ്ങനെ ഈ കടുത്ത ഈ മുസ്ലിം യാഥാസ്ഥികത പിടിമുറുക്കിയ ചെറിയൊരു സന്ദർഭത്തിൽ ഞാനിനി എൻ്റെ പേര് വൈക്കം പേനാദരനും എൻ്റെ ഭാര്യയുടെ പേര് പാപ്പിയും ആക്കി മാറ്റുകയാണ് എന്ന് പറഞ്ഞ് എഴുതി. അപ്പം മറ്റേ ബേപ്പൂര് മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് കത്ത് വന്നു. ആ കത്ത് ഞാൻ അത് ഒരു 10 വർഷം മുമ്പ് എൻ്റെ അടുത്തുണ്ട്. വളരെ കയറിപ്പോയി, പിന്നെ സൂക്ഷിച്ചിരുന്നു. അപ്പം അതിലിങ്ങനെ എഴുതിയിരുന്നു, താങ്കൾ പിന്നെ മതത്തിനെതിരെ സംസാരിക്കുന്നത്, താങ്കൾ മതനിരാസമാണ് പറയുന്നത്, മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടത് ഇവിടേക്ക് തന്നെയാണെന്നുള്ള ഓർമ്മ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഭീഷണി പോലത്തെ കത്ത്. അദ്ദേഹം മരിക്കാൻ 10 വർഷം മുമ്പ്. അപ്പം അദ്ദേഹം തിരിച്ച് മറുപടി എടുത്തു, താങ്കൾ സുന്നിയാണോ, മുജാഹിദാണോ, ജമാഅത്ത് ഇസ്ലാമിയാണോ, അഹ്ലുൽ സുന്നത്താണോ, അഹ്ലുൽ ഖുർആനാണോ, ഷിയ ആണോ, ഷാഫിയാണോ, കുറേ ഒരു 25 വിഭാഗമൊക്കെ എനിക്കെന്നെ ഓർമ്മയില്ലാത്ത എത്ര വിഭാഗമുണ്ടത്. ഇതിൽ ഏതാണ് താങ്കൾ എന്നറിഞ്ഞാൽ ഞാൻ ആ വിഭാഗത്തെ പറ്റി പഠിക്കാം, നമുക്ക് സംവാദം നടത്താൻ വരും, നമുക്കൊരു ചായ കുടിച്ച് സംസാരിക്കാമെന്നുണ്ട്. അതിനൊരു മറുപടി കൊടുത്തില്ല. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം വിമർശിച്ചിരുന്നത്, ബേപ്പൂര് പള്ളിയിൽ ആ സമയത്ത് പൊതുജനങ്ങൾ മുഴുവൻ പരാതി പറഞ്ഞിരുന്നു. അതെന്നുവെച്ചാൽ ഇവർ ഇപ്പൊക്കെ പോയിട്ടോ വളരെ ഡീസൻ്റായി പോയി. ഈ മൂത്രപ്പുരയിൽ അന്ന് ഇങ്ങനെ പതുക്കെ അഴുക്കുചാലിലേക്ക് ഒരു വഴി ഇട്ടുകൊടുത്തവർ. അപ്പോൾ ഭയങ്കര മൂത്രമണം വന്നു അവിടെ. വളരെ സിമ്പിളായിട്ടൊരു ഇഷ്ടമായ സ്ഥലമുണ്ട്, ഒരു സ്ഥലത്ത് കുഴിച്ചിട്ട് ചെയ്യുന്നതിന് പകരം ചെയ്തതാണ്. പക്ഷേ ഈ പള്ളി ആയതുകൊണ്ട് ആർക്കും എതിർക്കാൻ കഴിയില്ല. മുസ്ലിങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൽ എതിർപ്പുണ്ട്, പറയാൻ പറ്റില്ല. കാരണം നിക്കാഹിന് ഇവർ വേണം, എന്ത് കാര്യത്തിനും ഇവർ വേണമല്ലോ. അപ്പോൾ അതിനെ വിമർശിച്ച് തമാശയായിട്ട് അദ്ദേഹം എഴുതി, ബേപ്പൂര് വലിയ പള്ളി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ബസ്സിറങ്ങിയ നേരെ മൂത്രമണം അസഹനീയമായ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, പള്ളി കാണാം. എഴുതി, അങ്ങനെ എഴുതി പ്രസംഗിച്ച് എഴുതിയില്ല. അതിനും ഭയങ്കര വിമർശനമായിരുന്നു, അതിഭീകര വിമർശനമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഈ മറ്റേ നമ്മളെ CN അഹമ്മദ് മൗലവിയൊക്കെയായിട്ട് വളരെ അടുത്ത ബന്ധവും സൗഹൃദവും മുസ്ലിം വേദികളിലൊക്കെ പോകുന്ന ആൾ തന്നെയാണ് ഈ മുസ്ലിം യാഥാസ്ഥിതികയെ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിമർശിക്കുന്നത്. അപ്പോൾ ഈ മുസ്ലിം യാഥാസ്ഥിതിക വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ. ഒരു യാഥാസ്ഥിതികനും അവരെ വിമർശിക്കുന്നത് ശരിയല്ല, അവർ ചെയ്യുന്ന ഫുൾ എല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ, മറ്റുള്ളവൻ ചെയ്യുന്നത് മൊത്തം തെറ്റും. അന്നത്തെ കാലത്ത് കുറച്ചുകൂടെ അത് കർശനമായി. ഇന്നും അത് തന്നെയാണ്. അപ്പോൾ ഹിന്ദു യാഥാസ്ഥിതികനും മുസ്ലിം ചെയ്യുന്നത് തെറ്റാണ്, മുസ്ലിം യാഥാസ്ഥിതിക ഹിന്ദു ചെയ്യുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനി ഇവരെ രണ്ടുപേരെ ക്രിസ്ത്യൻ യാഥാസ്ഥിതികർ ചെയ്യുന്നത് ഇവർ രണ്ടുപേരെയും കത്തിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഇന്നും അതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും പറ്റില്ല. അന്ന് കുറച്ച് വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരാണ് അതൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഹൈലി വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അതൊക്കെ ചെയ്യുന്നത്. അത്രയും വ്യത്യാസമുള്ളൂ. ഈ ഉപ്പയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോഴേ ഉപ്പയുടെ വലിപ്പത്തോളമുള്ള ഒരു ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്.
അതിനപ്പുറമുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ അത്തരമൊരു അത് കിട്ടിയിരുന്നു അല്ലെങ്കിൽ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു എന്തെങ്കിലും ചിന്തകളുണ്ടോ? എത്ര പേർക്ക് കേരളത്തിൽ ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ട് അറിയുമോ എന്ന് പറയുമോ? എത്ര പേർക്ക് ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ? എസ് കെ പൊറ്റക്കാടിന് കിട്ടി. തകഴി എസ് കെ പൊറ്റക്കാട്, MD വാസുദേവൻ നായർ, പിന്നെ ശങ്കരക്കുറുപ്പ് അല്ലേ? ശങ്കരക്കുറുപ്പ്. ശരി, ഇതിൽ എത്ര പേരെ വീട്ടിൽ ഈ ഇങ്ങനെ ആൾക്കാർ വരുന്നു, എത്ര പേരെ ആൾക്കാർ കൊണ്ടാടുന്നു, എത്ര പേര് മരിച്ചു കഴിഞ്ഞിട്ടുന്നു നമ്മളൊക്കെ ഓർക്കുന്നു. നമുക്കതുപോലെ ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ശില്പം എടുത്ത് കൊടുക്കുന്നതല്ലേ ഉള്ളൂ. അതിലെന്താ കാര്യം? അത് ആ ശില്പം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസ് ജനങ്ങൾ ആ ശില്പത്തോടൊപ്പം നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ സ്വഭാവം, നമ്മളെങ്ങനെ അവരോട് സംവദിക്കുന്നു, നമ്മൾ എന്തുമാത്രം അവരോട് ഇറങ്ങിച്ചെന്ന് അവരുടെ കൂടെ നിൽക്കുന്നു, അതാണ് ആൾക്കാർക്ക് ആവശ്യം. പുരസ്കാരമൊന്നും ഒരു കാര്യമില്ല. പുരസ്കാരം കിട്ടിയതിന് ആകെ കിട്ടിയ പത്മശ്രീയല്ലേ കിട്ടിയിട്ടുള്ളൂ. ഈ പത്മശ്രീ കിട്ടിയ ഒരാളെ 30 വർഷം പത്മശ്രീ ഇവിടെ ഇപ്പം ആർക്കും കിട്ടും. അത് ആർക്കൊക്കെ കിട്ടിയാണെന്ന് അറിഞ്ഞു ആർക്കും അറിയില്ല. ഇപ്പം അടുത്ത് കിട്ടിയ ആൾക്കാരുടെ പേര് പത്മവിഭൂഷൺ കിട്ടിയ ആൾക്കാരെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും കുട്ടികൾ അറിയത്തില്ല. അത്രയേ ഉള്ളൂ. പക്ഷെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് അറിയാം. ഇന്നും വരെയാണ് കുട്ടികൾ. കഴിഞ്ഞ പ്രാവശ്യം 2000 കുട്ടികൾ വന്നത് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തോ വീട്ടിലെത്തി. വീട്ടിലെല്ലാ ജൂലൈ 5 ഒരു സാംസ്കാരിക തീർത്ഥാടനം. അദ്ദേഹത്തിന്റെ ജൂലൈ 5 എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ അവിടെ കാണത്തക്ക രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ മാത്രം ഇഷ്ടം പോലെ വരും, എല്ലാ ദിവസവും വരും. നമ്മളെ വിളിച്ച് ആൾക്കാർ ഇപ്പം മക്കളുള്ളതുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ഉമ്മച്ചിയുള്ള സമയത്ത് ഉമ്മച്ചി എന്നൊക്കെ ചെയ്തിരുന്നത്. ഉമ്മച്ചി മരിച്ചുകൂടി പിന്നെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവും, ഭാര്യ സൈക്കോളജിസ്റ്റാണ്. മക്കൾ ഉള്ള സമയത്ത് മാത്രം എന്നാലും വിളിച്ച് വരും. അങ്ങനെ ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിച്ചൊരു വീട് ഈ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലും വർത്തമാന കാലഘട്ടത്തിൽ ഈ സങ്കുചിതമായ ജാതിയുടെ മതത്തിൻ്റെയൊക്കെ ഒരു ഫ്രെയിമിൽ പലതരം വിവാദങ്ങൾ കൊണ്ട് ഇങ്ങനെ പാത്തുമ്മയുടെ ആടായി ഒരുങ്ങി നിൽക്കുന്ന ചടങ്ങുകളോട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവർ, ഇത് മാത്രം എന്താണ് ഇത്രയും പ്രാധാന്യം, അല്ലെങ്കിൽ ബഷീറിന് മാത്രം എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ബോധപൂർവമായ പല ചർച്ചകളും പല കോണുകളിലും. അതിൽ കാര്യമുണ്ടോ? കാരണം വെച്ചാൽ അത് പറയില്ലാതെ അവൻ്റെ കൂടെ ആരാണുള്ളത്? പിന്നെ എന്തിനാ ഈ ആൾക്കാർ വരുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലെ ഈ ആൾക്കാർ വരുന്ന ഈ കുട്ടികൾ വരുന്നത് കാണുമ്പോഴേ ഈ പത്മയുടെ ആടായിട്ടും ഈ മറ്റേ ഈ ചാരുകസേലയും ഈ ബഷീർ കഥാപാത്രങ്ങളായിട്ട് കുട്ടികൾ വരിക. അവർക്ക് ആഘോഷമാണ്. ജൂലൈ 5 എന്ന് പറഞ്ഞാൽ അവരുടെ ദിനമാണ്. ബഷീർ അവരെ മുറുകെ പിടിച്ച് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. എന്തിനാണ് ഈ കുട്ടികൾ എല്ലാ വർഷവും ഇത് വായിക്കുന്നത്? 30 വർഷമായിട്ട് അദ്ദേഹം വായിച്ചു പോകുന്നത്. വേറെയും സാഹിത്യകാരും വരില്ലേ? അവരുടെ കൃതികൾ വായിച്ചാൽ പോലും ഈ കുട്ടികൾക്ക് എന്തിനാണ് വായിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുന്നത്? എന്തിനാണ് ബഷീറിനെ ഇഷ്ടപ്പെടുന്നത്? നിർത്തിക്കൂടെ? നിർത്താൻ കഴിയുന്നില്ലല്ലോ. അതുപോലെ ആരെന്ത് പറയാം? ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ തീസിസ് ഉണ്ടാക്കാനും ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പം. ഡോക്ടറേറ്റ് കിട്ടാനൊക്കെ എളുപ്പമാണ്. ഈ ഡോക്ടറേറ്റ് എന്നുള്ള പേര് ഡോ എന്നുള്ള പേര് വെക്കാൻ ഡോ ഇന്ന ആൾ എന്ന് പറയല്ലാതെ അവരാരെയും അറിയണ്ടേ, ആരെയും കൂടെ പോകണ്ടേ, ആരെങ്കിലും അവർ വായിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? അങ്ങനെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ജനകീയ അംഗീകാരം തന്നെയാണല്ലോ വലുത്. അത് ഏറ്റവും കൂടുതൽ കിട്ടും. ഇപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ രണ്ടാമത് ഇദ്ദേഹത്തെ അത്രയും കിട്ടുന്ന വേറെ ആളുണ്ട് എനിക്ക് തോന്നുന്നില്ല ജനകീയ അംഗീകാരം. ഈ ഇപ്പം അദ്ദേഹത്തിൻ്റെ കൃതികളായി അദ്ദേഹം പ്രസിദ്ധീകരിച്ച് വളരെ വ്യാപകമായി ജനങ്ങൾ വായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അതിലൊരു ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യപ്പെടുകയും അതൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ബഷീറിൻ്റെ ഒരു സ്മരണ എന്നോണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തലമുറകൾക്ക് കൈമാറാനായി എന്തെങ്കിലും ഒരു സംഗതി ഈ കുടുംബാംഗങ്ങളായിട്ടോ നിങ്ങൾ എന്തെങ്കിലും കൂടിയാലോചിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിലുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഒരു ബഷീർ സ്മാരകം ഉണ്ട്. അത് സന്ദർശിച്ച് ഏകദേശം ഒരു 10 എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും ഒരു 1-2 ലക്ഷത്തിൽ ആൾക്കാർ സന്ദർശിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി. അതൊരു സ്വകാര്യ സ്വത്തായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പം മുഹമ്മദ് റിയാസ് എൻ്റെ സുഹൃത്താണ്, എൻ്റെ ജൂനിയറാണ് സെൻറ്റ് ജോസഫിൽ. തൊട്ടടുത്ത് തന്നെ വീട്ടിന് മാറി ചാലിയാറിൻ്റെ ഭാഗത്ത് വലിയൊരു ബഷീർ സ്മാരകം, അതായത് സർക്യൂട്ട് ഒരു ടൂറിസം ലിറ്റററി സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ട് അവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 80% പണി കഴിഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു അവലോകനം ഉണ്ടായിരുന്നു. അപ്പം അത് ഒരു നല്ലൊരു മറ്റേ കോഴിക്കോടുള്ള വിനോദ് ശ്രീ എന്ന് പറഞ്ഞ ആർക്കിടെക്ട് ചെയ്യുന്നത് നമ്മൾ ശ്രീ ജോൺ ഡെമ്മൻ. അപ്പം അത് നല്ല രീതിയിൽ ചെയ്യുന്നത്. ഓരോ ഘട്ടത്തിലും റിയാസ് വിളിക്കാറുണ്ട്, പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്, അവലോകനം ചെയ്യാറുണ്ട്. വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നമ്മളെ ആ കമ്മിറ്റിയിൽ ഉണ്ടാവുമെന്ന് അറിയാം. കാരണം അത് നമ്മളെ കൊള്ളിച്ച് ചെയ്യുള്ളൂ. അപ്പം നമ്മളെ ഈ എല്ലാതും നമ്മളവിടെ കൊടുക്കും. നമ്മൾ നല്ല രീതിയിൽ വരികയാണെങ്കിൽ നമ്മളും കൂടെ ഉണ്ടാവും, കൂടെ നിന്നുകൊണ്ട് തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഈ നമ്മളെ വീട് വരുന്ന കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതുപോലെ
അതുപോലുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ നാടകമായി അവതരിപ്പിക്കാനും കഥകൾ പറയാനും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുപോലുള്ള ഒരു ഇടം വേണമെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ കഥാപാത്രങ്ങളാവാനുള്ള വസ്ത്രങ്ങൾ അവിടെ വന്നിട്ട് അവർക്ക് കഥാപാത്രങ്ങളുടെ വസ്ത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് നാടകം അവതരിപ്പിക്കാനും അവർക്ക് അവിടെ വീഡിയോ എടുത്തിട്ട് അവർ കൂട്ടുകാരെ കാണിക്കാനൊക്കെ ആയിട്ട് കുട്ടികളെ തിരിച്ച് സാഹിത്യത്തിലേക്ക് കൊണ്ടുവരാൻ. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ മിക്കവാറൊക്കെ ഈ ഇതിലേക്ക് പോയിട്ട് ഈ സോഷ്യൽ മീഡിയ വഴി ഈ വല്ലാതെ മോശമായി പോകുന്നു എനിക്ക് സംശയം. അപ്പോൾ അത് ഒന്ന് മാറ്റം വരുത്തണം എന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. യഥാർത്ഥത്തിലൊരു ഈ സാമൂഹ്യ മാധ്യമ ലോകമൊക്കെ ഒരു മൂന്നാം ലോകമായി രൂപപ്പെടുന്നതിന് മുമ്പേ പോയ ഒരാളാണ് ബഷീർ. പക്ഷെ ഇന്നും ഈ പറഞ്ഞതുപോലെ 30 വർഷത്തിനിപ്പുറവും ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ബഷീർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം ഇതിൻ്റെ ഇരട്ടിയായിരിക്കുമായിരുന്നു ഇതിൻ്റെ ഒരു ആഘോഷവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകതയും. അത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്കത് ഈ ജീവിച്ചിരിക്കുന്ന ബഷീറിനേക്കാൾ കൂടുതൽ ഇപ്പോൾ മരിച്ച ബഷീറിനാണല്ലോ പ്രാധാന്യം വന്നത്. അതുപോലെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ പ്രാധാന്യം വരുമെന്ന് എനിക്കറിയില്ല. വന്നേക്കാം, വരില്ലായിരിക്കാം. പക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ ആഘോഷിക്കപ്പെട്ടത് കൂടുതൽ ആൾക്കാരെ അറിഞ്ഞതും വായിച്ചതും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഘട്ടത്തിൽ എനിക്കും ഷാഹിനക്കും കിട്ടിയിരുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ശമ്പളം തന്നിരുന്നു റോയൽറ്റിയായിട്ട് ഒരു ഘട്ടം വരെ. അതാലോചിച്ച് നോക്കും, മരിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ മക്കൾക്ക് സമ്പാദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വേറെ എവിടെയും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. സർക്കാർ പെൻഷൻ കൊടുക്കുമായിരിക്കും മറ്റേ ജീവനക്കാർക്ക്, അത് ഭാര്യക്കല്ലേ കൊടുക്കുള്ളൂ. ഇത് മക്കൾക്കും സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ച ആൾ അധ്വാനിക്കുന്ന ഒരു അബോധ പ്രതിഭാസം ഞാൻ കണ്ടത്. ബഷീറിൻ്റെ കഥയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ അനീസിന്? അതൊരു വല്ലാത്ത ചോദ്യം. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അത് എന്നോട് കുട്ടികളൊക്കെ ചോദിക്കുന്നതാണ് ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ എത്ര കുട്ടികളുണ്ട് ചോദിക്കും. ഞാനും എൻ്റെ അനിയനും എൻ്റെ അനിയത്തിയും. അപ്പം ഞാൻ ചോദിച്ചു ആ കൂട്ടത്തിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അപ്പോൾ കുട്ടിക്ക് മറുപടി ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷണമൊത്ത ആൻറ്റി നോവൽ എന്നാണ് പറയുക, റിവേഴ്സ് നോവൽ എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല എന്താണ് ഈ ആൻറ്റി നോവൽ, എനിക്കറിയില്ല. അതുപോലെ ആ ഒരു കാറ്റഗറിയിൽ വേറൊരു കഥ നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നമുക്ക് തുലനം ചെയ്യണമെങ്കിൽ ആപ്പിൾ ടു ആപ്പിൾ അല്ലേ വെക്കാൻ പറ്റുള്ളൂ. പാത്തുമ്മയുടെ ആട് ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് മറ്റൊരു കൃതി ഇപ്പുറത്ത് വെക്കാനില്ല. പക്ഷെ അതേസമയം എന്നാൽ പാത്തുമ്മയുടെ ആട് ഈ പറയുന്ന പോലെ എന്താണ് വലിയ സംഭവം എന്ന് ചോദിച്ചാൽ ഒരു നോവലിന്റെ സാങ്കേതികത ഉണ്ടോ, ഒരു അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. കാരണം ഒരു നോവൽ തന്നെ ഒരു അധ്യായത്തിലൂടെ പോയി കഴിഞ്ഞാൽ അധ്യായത്തിൽ നിർത്തിയിട്ട് അടുത്ത നോവലിൽ മറ്റൊരു അധ്യായം വന്ന് ഇത് കണക്ട് ചെയ്ത് നമ്മളൊരു സൈൻ വേവ് പോകണ പോലെ ഇങ്ങനെ കയറി ഇറങ്ങി ഇത് ഇങ്ങനെ പെട്ടെന്ന് ഹൈക്കായി ചാടി ഡൗണായി ചാടി പിന്നെ നടുവെന്ന് വന്ന് തിരിച്ച് വന്ന് ഒരു നോവലിന്റെ സാങ്കേതികത അതില്ല. എന്നാലും അത് ലക്ഷണത്തെ നോവലായിട്ട് അംഗീകരിച്ചു. 10 വർഷത്തോളം അത് പാഠപുസ്തകമായി പഠിച്ചു കേരളത്തിൽ പാത്തുമ്മയുടെ. അപ്പോൾ അതുപോലെ തന്നെ ശബ്ദങ്ങൾ, മറ്റൊന്ന് അതുപോലെ തന്നെ ഭൂമിയുടെ അവകാശികൾ, ഓരോന്നും വ്യത്യസ്തമാണ്. അപ്പോൾ അതിനൊക്കെ ഓരോ നമ്മളൊരു വീട്ടിൽ റാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ആ റാക്കിൽ ഒരു പുസ്തകം വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ശരി, ഇത് തുലനമായിട്ട് മറ്റൊരു പുസ്തകം വെക്കാം എന്ന് പറഞ്ഞാൽ മറ്റൊരു സാഹിത്യത്തിൻ്റെ പുസ്തകത്തിൽ വെക്കാൻ നോക്കുമ്പോൾ വെക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഈ എഴുത്തിൻ്റെ വാസന കിട്ടിയിട്ടുണ്ടോ ഷാഹിൻ? ഞാൻ കിട്ടിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ല, ബിടെക് 52 പേപ്പർ എഴുതിയ പാസ്സാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് സാഹിത്യം പഠിച്ച് പാസ്സായിട്ട് എന്താ ശരി ഞാൻ സാഹിത്യകാരനായി നോവൽ എഴുതിയ ആരും നോക്കിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുണ്ട്. എന്നെ കണ്ടമാനം ആൾക്കാർ പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ടും പറയും നിന്റെ സംസാരം നല്ല സംസാരമാണ്, എഴുതി നോക്കണം. പക്ഷെ ഞാൻ എഴുതി നോക്കിയാൽ ചിലപ്പോൾ വിജയിക്കുന്നു തോന്നില്ല. സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുണ്ട്. നമുക്ക് സമയമില്ലല്ലേ. ഷാഹിനെ കുറച്ചൊക്കെ എഴുതിയിരുന്നു. പക്ഷേ ഷാഹിനെ ഇപ്പോഴും ആ DC ബുക്സിൻ്റെ മാനേജറായിട്ട് ആ മേഖലയിലുള്ളതുകൊണ്ടും ആൾക്കാരായിട്ട് കൂടുതൽ ബന്ധങ്ങളുള്ളതുകൊണ്ടും എഴുതുന്നില്ലെങ്കിലും ഷാഹിനക്ക് എന്നെക്കാട്ടിൽ കൂടുതൽ ജനപ്രതിയുണ്ട്.